ഞാൻ വിളിച്ചപ്പോഴേ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നു. മുമ്പൊരിക്കൽ സ്വാമിജിയോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചപ്പോൾ സ്വാമിജിയുടെ സന്ദേശത്തിൻ്റെ വലിപ്പവും ആഴവും തിരിച്ചറിയുവാനായി സാധിച്ചു. ഒരുപാട് സ്നേഹത്തോടെ സ്വാമിജി ഇവിടെ എത്തി സന്ദേശം നൽകാമെന്ന് അറിയിച്ചു എത്തിച്ചേർന്നു. സ്വാമിജിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചവറ കൾച്ചർ സെൻറ്ററിലേക്കും ഈ രാമായണ മാസ മതസൗഹൃദ ആചരണത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാനു മാഷ് കൃത്യം 6 മണിയായപ്പോൾ എന്നെ വിളിച്ചു. ഇന്നല്ലേ നമ്മുടെ പ്രോഗ്രാം. ഞാൻ വണ്ടിയെടുത്ത് ഓടിച്ചെന്നു. സാധാരണഗതിയിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൃത്യസമയത്തേക്ക് നമ്മൾ സാനു മാഷിനെ എത്തിക്കാറുണ്ട്. എന്നത്തെയും പോലെ ഒരുപാട് സ്നേഹത്തോടെ സൗഹൃദത്തോടെ എനിക്കൊരു കാര്യം വളരെ അത്ഭുതത്തോടെ പറയാനും പങ്കുവയ്ക്കാനുമുണ്ട്. കഴിഞ്ഞ 2 മാസത്തെ മൂല്യശ്രുതിയിൽ സാനു മാഷിൻ്റെ ലേഖനങ്ങളുണ്ടായിരുന്നു. വളരെ മനോഹരമായ ലേഖനത്തെ വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വളരെ പൗത്രമായ ആചരണത്തിലേക്ക്, ഈ മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്ന സാനു മാഷിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റിസ് ഷംസുദ്ദീൻ സാറ് വേദിയിലുണ്ട്. ഞാൻ ഈസ്റ്റർ കാലത്ത് പോയി കാണുമ്പോൾ ഇത്രയും ഉഷാറില്ലായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു, ഇച്ചിരി വയ്യായികയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇപ്പോഴും മതസൗഹൃദ വേദിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന ജസ്റ്റിസ് ഷംസുദ്ദീൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്കും സത്സംഗിലേക്കും സ്വാഗതം ചെയ്യുന്നു. എനിക്കിഷ്ടം വേണുചേട്ടനെന്ന് വിളിക്കാനാണ്. ഒരു അടുപ്പമുണ്ട്. രാമേന്ദ്രൻ സാറെന്ന് പറയുമ്പോൾ വല്ലാത്ത ദൂരം വരും. അപ്പോൾ നമ്മുടെ ചാവറയുടെ പ്രോഗ്രാമിനെല്ലാം എപ്പോൾ വിളിച്ചാലും നമുക്കധികം സംസാരിക്കേണ്ട, കാര്യങ്ങളിങ്ങനെ വ്യാഖ്യാനിച്ച് പൊലിപ്പിക്കേണ്ട, കാര്യം പറഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടെങ്കിലുണ്ട്, ഇല്ല. വളരെ രസകരമായി സൗഹൃദത്തോടെ ചാവറയുടെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്ന രാമേന്ദ്രൻ സാറിനെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാളാണ് ബണ്ടി സിംഗ്. നമ്മളുടെ ഏത് മതസൗഹൃദ വേദിയിലും ബണ്ടി സിംഗ് ഉണ്ടാവും. എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഗ്രഹം, കുറേ നാൾ എന്നെ വിളിച്ചു, ഗുരുദ്വാരയിലേക്ക് പോവാ, ഞായറാഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പ്രയറിൽ പങ്കെടുക്കാം. അങ്ങനെ ഞാനൊരു ദിവസം ഗുരുദ്വാരയിൽ പോയി, ഒരു ഞായറാഴ്ച പോയി ആ പ്രയറിൽ പങ്കെടുത്തു. 2.5 മണിക്കൂർ ബണ്ടി സിംഗ് എന്നെ നിലത്ത് കുത്തിയിരുത്തിച്ചു. കാരണം അവരെല്ലാവരും നിലത്തായിരിക്കുന്നത്. നമുക്ക് കസേരയിൽ ആരുമില്ല, അവിടെ ആരും കസേരയില്ല, എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത്. അതിനുശേഷം എനിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ബണ്ടി സിംഗ് തന്നെ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി വളരെ സ്നേഹത്തോടെ, വലിയ ആഭരണങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായി പെരുമാറുന്ന ബണ്ടി സിംഗിനെയും ഈ സൗഹൃദ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ രാമായണ മാസാചരണം നടത്തുമ്പോൾ രാമായണം അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ ആന്തരിക സത്തതയിലും പാരായണം ചെയ്യാനായിട്ട് ശങ്കരനാരായണൻ സാറ് ഇവിടെ നമുക്ക് മുമ്പിലുണ്ട്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്ന രീതിയിൽ സാർ ഒരുപാട് കവിതകൾ എഴുതുകയും പാട്ടുകൾ എഴുതുകയും ഒക്കെ ചെയ്ത ആളാണ്. സാറ് നമുക്ക് ഇന്നത്തെ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് രാമായണ പാരായണമാണ്. ആ പാരായണത്തിനായിട്ട് സന്നദ്ധയോടുകൂടി ഓടിയെത്തിയ ശങ്കരനാരായണൻ സാറിനെയും ഒരുപാട് സ്നേഹത്തോടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്കും സത്സംഗത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അതിപുരുഷനായി രാമനവമി ഉണ്ടാകുന്നു, രാമൻ്റെ അവതാരമുണ്ടാകുന്നതും തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടവും വിജയവുമൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ സന്ദേശം അതിൻ്റെ ഉള്ളകങ്ങളിൽ ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രതീകമായി വിശിഷ്ടാതിഥികളെല്ലാവരും ചേർന്ന് സ്വാമിജിയും സാനു മാഷും ബണ്ടി സിംഗും വേണുചേട്ടനും ജസ്റ്റിസും ഒക്കെ ചേർന്ന് ദീപം തെളിച്ച് രാമായണ മാസ ആചരണത്തിന് തുടക്കം കുറിക്കുകയാണ്.
ശ്രദ്ധയോടെ രാമായണ പാരായണം നമ്മൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ആ ധ്യാന സമയത്തിലേക്ക് കടക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശാരിക പറയുന്ന അയോധ്യാകാന്ഡത്തിലെ രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്മണോപദേശമാണ് ഇവിടെ വായിക്കുന്നത്. സകല ലോകങ്ങളും താൻ ഭസ്മമാക്കി കളയുമെന്ന ലക്ഷ്മണൻ ക്രോധിച്ചു നിൽക്കെ അനുജനെ ഗാഠഗാഠം പുണർന്നുകൊണ്ട് ശ്രീരാമൻ പറയുന്നതാണ് ഈ വാക്യം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കാര്യവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധന്യധനാദിയും സത്യമെന്നാകിലേ തത്പ്രയാസം തവ യുക്തം അതല്ലായെങ്കിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്വമൂർക്ക നീ വന്യസന്തപ്തലോഹസ്തംഭുബന്ധുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്ഥമം ദുർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമൂർക്ക നീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖി. ഊർക്ക ഗന്ധർവ നഗര സമമിതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു
ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദേശയിലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ തൻ ഗതിയതുമറിയാതെ കാലസ്വരൂപിനാമീശ്വരൻ തന്നെ ലീലാവിലാസങ്ങളൊന്നുമൊരായികയാൽ ആമകുംഭമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലേതുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയും നടുത്തുവെന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടെ ഒരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലം. മണ്ണിനു കീഴായി കൃമികളായി പോകിലം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മാംസരക്താസ്ഥിവന്മൂത്രരേതസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നതിധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കൽ ഞാനായതാത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമൻ. ക്രോധമല്ലോ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്താപമെന്നിയേ ശാന്തിയെ സന്തതം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമസ്കാരം. ഭക്തിനിർഭരമായ രാമായണ പാരായണം നടത്തിയ ശങ്കരൻ നാരായണൻ സാറിന് ഹൃദ്യമായ നന്ദി, സ്നേഹം. ഇപ്പോൾ
മുഖ്യ സന്ദേശത്തിനായി ഇന്ത്യൻ ഓംനിസ്റ്റ് സൊസൈറ്റി അധ്യക്ഷനും സൊസൈറ്റി ഡയറക്ടറും ഇക്റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്ട്സ് റെസൊല്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡയറക്ടറുമായ ശ്രീ സ്വാമിജി ആത്മദാസ് യമി മുഖ്യ സന്ദേശം നൽകുന്നതാണ്. നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതപ്രജ്ഞാനഘനപ്രത്യകർത്തൃ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംസ്ത ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദി പങ്കിടുന്നത്. വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. രാമായണവുമായി ബന്ധപ്പെട്ട് പാരായണങ്ങളൊക്കെ ധാരാളം നടക്കുന്ന ഒരു മാസമാണ്. കർക്കിടക മാസം മാത്രമല്ല, വായിക്കേണ്ടുന്നൊരു ഗ്രന്ഥമല്ല. എന്നിരുന്നാലും ഒരാചരണം എന്ന നിലയിലെങ്കിലും ഈ മാസങ്ങളൊക്കെ ഇത് വായിക്കുന്നത് അത് തികച്ചും പ്രസക്തമാകുന്നത് കൊണ്ട് തന്നെയാണ്. ഈയൊരു ഇടത്തേക്ക് ഇവിടേക്ക് വിളിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം സർവ്വയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രന്ഥവാസനകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഭാരതധർമ്മം ഒരു ഗ്രന്ഥാധിഷ്ഠിത ധർമ്മമല്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ മാത്രം അവലംബിച്ചുണ്ടാകുന്നതല്ല. ധർമ്മവും ആചരണമൊക്കെയാണ് ധർമ്മമതങ്ങളാണ്. ധർമ്മവും ആചരണമൊക്കെയാണ് ഭാരതത്തിൽ ഉത്ഭവിച്ച എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം. എന്നിരുന്നാലും ഗ്രന്ഥത്തിനൊട്ടും കുറവൊന്നുമില്ല. ധാരാളം ഗ്രന്ഥങ്ങൾ, 4 വേദങ്ങൾ മുതൽ 18 ഉപപുരാണങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അധികം തന്നെ ഉണ്ട് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ വിഷയം എന്താണെങ്കിലും രാമായണവുമായി ഒതുങ്ങി നിൽക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നും ഇത്തരം ആചരണങ്ങളും അല്ലെങ്കിൽ ഇത്തരം രാമായണങ്ങളുമൊക്കെ പ്രസക്തമാണോ എന്നൊരു ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത്. കാരണം ഞങ്ങളിവിടെ ഇരുന്ന് ചെറിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുണ്ടായി ഇനിയത്തെ കാലഘട്ടത്തിലേക്ക് മതങ്ങളെ എങ്ങനെയാണ് പരിണമിപ്പിക്കേണ്ടത്, കൊണ്ടുപോകേണ്ടത്, ഇല്ലെങ്കിൽ ഇതൊക്കെ നിന്നു പോകുമെന്നെന്തോ ഒരു സംസാരം അച്ഛനോട് പറയുന്ന പോലെ ഞാൻ കേട്ടു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപക്ഷെ ഇത്തരം മതത്തിൻ്റെ ആളുകളെന്ന നിലയിലെ അവസാന കണ്ണികളോ മറ്റോ ആകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. നമ്മുടെ മക്കൾക്ക് പലപ്പോഴും നമ്മുടെ ഇത്തരം ആചരണങ്ങളെ പകർന്നു കൊടുക്കാനോ മറ്റും നമുക്ക് കഴിയാറില്ല. കൃത്യമായി എല്ലാവരെയും കാണുന്നില്ലെങ്കിലും വളരെ പ്രായം കുറഞ്ഞവരുടെ എണ്ണം കുറവാണ്. ഇതൊക്കെ വയസ്സന്മാരുടെയും താപസന്മാരുടെയും ഒക്കെ എന്തോ പരിപാടികളാണ് എന്ന് ചിന്തിക്കുന്ന യുവതലമുറയാണ് നമുക്കുള്ളത്. ഈ ഒരു മതങ്ങളുടെ ഈ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ആ ഒരു
എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഏത് മതത്തിലാണെങ്കിലും അങ്ങനെയാണ്. യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഇതിലേക്ക് വരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അതിലെ ഫങ്ഷനാലിറ്റി കുറയുന്നുണ്ടോ എന്ന് ചിന്തിക്കാനോ അതിന് കൃത്യമായി ഒരു പരിഹാരം നിർദ്ദേശിക്കാനോ ഇന്നുള്ളവർക്ക് കഴിയാത്തതാണോ എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നൊരു വാക്കിലാണ് ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ പ്രബോധനങ്ങളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ആ ഒരു വാക്കിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അതിന് മലയാളത്തിൽ എന്താ വാക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സാനുമാഷൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ സാഹിത്യവും മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും മലയാള വാക്ക് ഉപയോഗിക്കാറില്ല. കാരണം അതിന് കൃത്യമായൊരു വാക്ക് കിട്ടിയില്ലെങ്കിലും ക്രിയാത്മകത എന്ന വാക്കിനേക്കാൾ ഉപരി സക്രിയമായ മതവും സക്രിയമായ സംഘടനയും സക്രിയമായ രാഷ്ട്രീയവും സക്രിയമായ സാമൂഹ്യശാസ്ത്രവും അല്ലെങ്കിൽ സക്രിയമായ നമ്മുടെ നിയമ സംവിധാനങ്ങളും മീമാംസകളും ഒക്കെ സക്രിയത കൈവിടുന്ന ഫങ്ഷനാലിറ്റി ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് മനസ്സിലാവും. എവിടെയോ ഫങ്ഷനിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഫങ്ഷനാലിറ്റി നഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, സംഘർഷം. അതാണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് റെസൊല്യൂഷൻ. അതങ്ങനെ ഒരു പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ്. റെസൊല്യൂഷനും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. മനുഷ്യനായി ഉണ്ടായ കാലം മുതൽ നമുക്കൊക്കെ സംഘർഷമുണ്ട്. അബ്രാഹമിക് മതങ്ങളുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം നബിയെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആദത്തിനെ സൃഷ്ടിച്ച നിമിഷം മുതൽ അവിടെ മുഴുവൻ സംഘർഷം. ദൈവത്തിന് സംഘർഷം, മാലാഖമാരുമായിട്ട് സംഘർഷം, പുറത്തേക്ക് വിടുന്നു, അനുസരണക്കേട്, പഴം, ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ്. ഇവിടെയാണെങ്കിലും പുരാണങ്ങളിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ബ്രഹ്മാവിനാണ് ഈ ആദ്യത്തെ സംഘർഷം ഉണ്ടായത്. തൻ്റെ സൃഷ്ടി മുഴുവനും പൂർണ്ണമാക്കിയിട്ടും ഉള്ളിലെന്തോ ഒരു അന്തർസംഘർഷം, സൃഷ്ടി പൂർണ്ണമായില്ല എന്നുള്ളൊരു തോന്നൽ. അതിൽ നിന്നാണ് തപം ചെയ്യുക എന്ന ശബ്ദം കേൾക്കുകയും തപിക്കുകയും അവസാനം തൻ്റെ തന്നെ സ്വരൂപത്തിൽ, തങ്ങളുടെയൊക്കെ ദേവന്മാരുടെയൊക്കെ സ്വരൂപത്തിൽ ഏതോ ഒരു ജീവിയെ കൂടെ ഉണ്ടാക്കണമെന്നൊരു ഐഡിയ ഉണ്ടാവുകയും, എന്നാൽ ആ മനുഷ്യൻ ആദ്യ മനുവിനെ അല്ലെങ്കിൽ ആദ്യ മനുഷ്യ രൂപങ്ങളെയൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അന്ന് മുതൽ അവിടെ ഈ സംഘർഷം. ഇങ്ങനെ നോക്കുകയാണെങ്കിലും സംഘർഷമില്ലാത്ത മനുഷ്യ ചരിത്രമില്ല. ഈ സംഘർഷാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവതാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരിക എന്നും ഞാൻ ചിന്തിക്കാറുണ്ട്. സ്വർഗത്തിൽ വാഴുന്ന ദൈവത്തിന് ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ഭാവത്തിലിരിക്കുന്ന താരതമ്യേന സംഘർഷം കുറഞ്ഞ ഭാവത്തിലിരിക്കുന്ന ദേവതകൾക്കും ദൈവങ്ങൾക്കുമൊക്കെ ഒരു പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും മനുഷ്യനായി പിറക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അതിപ്പോൾ യേശു മനുഷ്യപുത്രനായി അവതരിച്ചു എന്ന് പറയുന്നതിലും വിഷ്ണുവിന് പല അവതാരങ്ങളെടുത്ത് ധർമ്മത്തെ ഉദ്ധരിക്കാൻ വരണമെന്നൊക്കെ പറയുന്നതിലൊക്കെയുള്ള അന്തർലീനമായിരിക്കുന്ന സന്ദേശം ഒരു പക്ഷേ അതായിരിക്കാം. ആ മുകളിൽ എവിടെയോ ഇരിക്കുന്നവർക്ക് മനുഷ്യൻ്റെ സംഘർഷം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് സ്വന്തം ജീവിതത്തിലും ജന്മത്തിലും പ്രവൃത്തിയിലും കർമ്മത്തിലും ധർമ്മത്തിലുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവതാരങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അവതാരങ്ങളൊക്കെ. അവരൊക്കെ മനുഷ്യൻ്റെ ഒരുപാട് സംഘർഷങ്ങളുടെ വിവിധ മുഖങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത്. ശ്രീരാമനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാമൻ വിഗ്രഹവാൻ ധർമ്മോ രാമ എന്ന് പറയാറുണ്ട്. ധർമ്മത്തിൻ്റെ വിഗ്രഹ സ്വരൂപമാണ്. ധർമ്മത്തിനെ ഒന്ന് മൂർത്തീഭവിച്ച് കഴിഞ്ഞാൽ അതിൽ രാമൻ ആണ് ഏറ്റവും യോജിക്കുക എന്ന് പറയാറുണ്ട്. വാൽമീകി അത്തരത്തിലുള്ള ഒരു സങ്കല്പമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ അങ്ങോട്ട് വിവിധങ്ങളായ മനുഷ്യൻ നേരിടേണ്ടുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഉത്തരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സ്വന്തം അമ്മയെപ്പോലെ കാണേണ്ടുന്ന അമ്മയിൽ നിന്ന് താൻ 14 വർഷത്തേക്ക് കാട്ടിലെ ദുഷ്കരമായ ജീവിതത്തിലേക്ക് പോകണമെന്നുള്ള ആജ്ഞ കേട്ടപ്പോഴും അവിടെ സംഘർഷമുണ്ടാക്കാനോ ആ സംഘർഷത്തെ തന്നിലേക്ക് ഏറ്റെടുക്കാനോ അല്ല രാമൻ. അതിനൊരു ഉത്തരവുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണ് മാതൃവചനമെങ്കിൽ, അങ്ങനെയാണ് മാതാവിൻ്റെ ഇച്ഛ, അല്ലെങ്കിൽ രണ്ടാനമ്മ അല്ലെങ്കിൽ വേറമ്മ എന്നുള്ള അർത്ഥത്തിലല്ല, പറഞ്ഞ അമ്മയുടെ ഇച്ഛ അങ്ങനെയാണെങ്കിൽ, അച്ഛൻ അതിൽ താല്പര്യമുണ്ട് എങ്കിൽ ഞാനത് ചെയ്യും. അപ്പോഴത്തെ ആ ധർമ്മം ചെയ്തതോടുകൂടി അദ്ദേഹം ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ തന്നെ ഭാര്യ കോൺഫ്ലിക്റ്റുമായിട്ട് വരികയാണ്. ഞാനും വരുന്നുണ്ട്. എല്ലാ ഭാര്യമാരും അങ്ങനെയാണല്ലോ, ഒന്നല്ലെങ്കിൽ ഒപ്പം നിൽക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ഒപ്പം ഉണ്ടാവില്ല. ഒപ്പം നിൽക്കാൻ വിചാരിച്ച ഭാര്യ അവിടെ പറയുകയാണ്. അപ്പോൾ ഭാര്യയെക്കുറിച്ചുള്ള ഒരു വിഷമം, ഇതൊന്നും ശീലമില്ലാത്ത സീതാദേവി എന്തു ചെയ്യും? അങ്ങനെയാണ്
ഏതായാലും ആ സംഘർഷത്തെയും രാമൻ സ്വീകരിക്കാൻ തയ്യാറായി. അവിടെയാണ് അമ്മ കൊടുക്കുന്ന ഉപദേശത്തോടു കൂടി സീതയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്. ഒരർത്ഥത്തിൽ രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് വരരുചിയോടൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയൊരു ഉത്തരം ഉണ്ടല്ലോ, രാമം ദശരഥം വിദ്യയും എന്ന് തുടങ്ങുന്ന ശ്ലോകം. അതിൽ രാമനെ ദശരഥനായി കാണണമെന്നും അയോധ്യ പോലെ തന്നെ കാട് ഭവിക്കണമെന്നും ഒക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് സൊല്യൂഷനും മാനേജ്മെൻറ്റും ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അവരൊക്കെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് പലവിധങ്ങളായ കോൺഫ്ലിക്റ്റുകളെ നേരിടുന്നുണ്ട്. താടകം മുതൽ, അത് താടകം മുന്നെയാണ്, ശൂർപ്പണകം മുതൽ, അങ്ങനെയുള്ള ഒരുപാട് മാരീചനയും ഇതൊക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളെ നേരിട്ടിട്ടാണ് അവർ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ഭക്തി, നമ്മൾ ട്രഡീഷണലായി ശീലിക്കുന്ന ഭക്തിയൊക്കെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ശബരിയുടെ കേസിലൊക്കെ ശബരിയൊക്കെ കടിച്ച പഴമാണ് ഭഗവാന് അല്ലെങ്കിൽ ഈശ്വരനെ അർപ്പിക്കുന്നത്. അതൊരിക്കലും ട്രഡീഷണൽ രീതിയിൽ ശുദ്ധാശുദ്ധങ്ങൾ നോക്കുന്ന സമയത്ത്, യാഥാസ്ഥിതിക ഭാവത്തിൽ നോക്കുന്ന സമയത്ത് അത് കോൺഫ്ലിക്റ്റാണ്. പക്ഷേ ഭഗവാൻ അതിനുമപ്പുറം ആ പ്രേമഭാവത്തെയും ഈശ്വരൻ കാണുന്നത് എപ്പോഴും ഹൃദയത്തിലേക്കാണ് എന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് ആ കോൺഫ്ലിക്റ്റിനും സൊല്യൂഷനും ഒക്കെ കൊടുക്കുക ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തരും കല്ലായി കിടക്കുന്ന അഹല്യ, കല്ലുപോലെയായ ഹൃദയവും കല്ലുപോലെയായി ഉറച്ചു നിൽക്കുന്ന പലതിനെയും ഒരു പാദസ്പർശം കൊണ്ട്, അതാണല്ലോ വലിയ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് തിയറികളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഏത് കല്ലിനെയും ഉരുക്കി അതൊരു മനോഹാരിതയായ ഒരു സ്ത്രീ രൂപത്തിൻ്റെ അതിൻ്റെ പൂർവ്വരൂപത്തിലേക്കൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും ഞാൻ ആധുനിക മനഃശാസ്ത്രവുമായും ബന്ധപ്പെട്ട്, കാരണം ഞാൻ കൂടുതലും അറിയപ്പെടുന്നതും അല്ലെങ്കിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന യുവതലമുറകളെയാണ്. അത് ഒരു മതത്തിലെ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് തിയറിയിലൂടെ ഇതിനെ പുനർവ്യാഖ്യാനിക്കുന്നു എന്നർത്ഥത്തിലാണ് ഞാൻ എല്ലാ മതങ്ങളുടെ വേദിയിലും വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രീതിയിലാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് ഇവരുടെ ആത്യന്തികമായ, ഇവരും നാളെ ഈ കോൺഫ്ലിക്റ്റിലൂടെയൊക്കെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് എന്തിനാപ്പം രാമൻ കാട്ടിൽ പോയെന്ന് ഞങ്ങളെന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. രാമൻ കാട്ടിൽ പോയി കുറേ കഴിഞ്ഞ് വന്ന് സുഖമായിട്ട് ജീവിച്ചു വരും. ഇപ്പോൾ ഞങ്ങൾ എന്താണ് കഥ കഴിഞ്ഞു. അപ്പോൾ ഇതല്ല, ഇത് എൻ്റെയും കൂടി ഉള്ളിലുള്ള സംഘർഷമാണെന്നും ഇതിനൊരു സൊല്യൂഷനും റീവാലുവേഷനും എഡിറ്റിങ്ങും ഒക്കെ വേണമെന്നുള്ളൊരു രീതിയിലേക്ക് അവനവൻ്റെ മതത്തെ അവതരിപ്പിക്കുമ്പോഴാണ് മതം വിജയിക്കുന്നത്. അത് പലപ്പോഴും ഇന്നത്തെ പുരോഹിത സമൂഹമോ സന്യാസ സമൂഹമോ അത്രയൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ, യുവജനങ്ങളുടെ പങ്കാളിത്തം കുറയാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റും, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളുമായി എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 35 വയസ്സിന് താഴെയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും എന്നെ അത്ര പരിചയമുണ്ടാവില്ല. എനിക്കറിയില്ല, നമ്മളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിലോ മറ്റോ കണ്ടിട്ടുള്ള എത്ര പേരുണ്ടാവുന്നൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് ഇതിൻ്റെ മുമ്പേ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം കേട്ടിട്ടുണ്ട്? ഈ ഒരു ഫോട്ടോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പേ, നിങ്ങളുടെ സർക്കിളിലൊക്കെ വരുന്നതിൻ്റെ മുമ്പേ 2 പേരുണ്ട്. കാരണം അവരന്ന് അച്ഛൻ്റെ കൂടെ പ്രസംഗം കേൾക്കാൻ വന്ന 1-2 പേര്, അല്ലാത്തവരില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ പ്രവർത്തന രംഗം അങ്ങനെയാണ്. ആധുനിക മനഃശാസ്ത്രവും ആധുനിക മാനേജറൽ സയൻസും MBA MSW പോലുള്ള ആളുകളുടെ കുട്ടികൾക്കുള്ള എക്സ്ട്രാ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, മതം നിലനിൽക്കണം. കാരണം മതം പലപ്പോഴും സംഘർഷങ്ങൾക്കും, സാറവിടെ സൂചിപ്പിച്ചു സംസാരത്തിൻ്റെ ഇടയിൽ, മൂല്യങ്ങൾ ഒരുപാട് പകർന്നു കൊടുത്തത് ഈ മതങ്ങൾ തന്നെയാണ്. രാമായണത്തിൻ്റെ സ്ഥിതി തന്നെ ഒന്ന് എടുത്തു നോക്കൂ. ഏത് ജനസഞ്ചയമാണ്, ഏത് ജനവിഭാഗമാണ് ഇന്ത്യക്കും അകത്തും പുറത്തും രാമായണത്താൽ സ്വാധീനിക്കപ്പെടാതിരിക്കുന്നത്? ഒരുവിധ ആദിവാസി സമൂഹം മുതൽ, എത്രയോ ആദിവാസി സമൂഹങ്ങൾ മുതൽ അങ്ങേയറ്റത്തെ വേദശ്രേണിയിൽ അങ്ങറ്റം എന്ന് വിചാരിക്കുന്ന സംഘങ്ങളും അതേപോലെ ട്രൈബ്സുകളും, ജാതി എന്നൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഈ തപ്പൽ വരുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വേണ്ട, പഴയ കാലത്തിലെ ഒരു ജനപദവും അല്ലെങ്കിൽ ഒരു രാജാക്കന്മാരും ഒരു സംഗതികളും രാമായണത്താൽ സ്വാധീനിക്കപ്പെടാതെ പോയിട്ടില്ല. ഇന്തോനേഷ്യയിലും ബാലിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ മ്യാൻമറിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ എന്തിനേറെ അറബിയയിൽ വരെ അറബിയിൽ രാമായണം എന്നോ കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് അറബിയിലേക്ക് രാമായണം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് എപ്പിക്സുകളുണ്ട് നമ്മുടെയൊക്കെ
ഇതേപോലെ ഇതിഹാസങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളിൽ. അതിൽ ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രൈബുമായി ബന്ധപ്പെട്ട് രാമായണൻ്റെ കഥ തന്നെ അതേപോലെ പക്ഷെ അവർക്ക് ഒരിക്കലും രാമായണം എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതെങ്ങനെയോ അവിടെ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് എന്തോ ഒരു റൂട്ട് അതിലൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാനങ്ങനെ അവിടുത്തെ ഒരാളെ പരിചയപ്പെട്ടു. അയാളെ പേര് രാംഷവല്ലി എന്നാണ്. അപ്പോൾ ഞാൻ ഈ ആൾ എന്നോട് റാം എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ത്യൻ പേരാണോ റാം? അല്ല, അത് ഞങ്ങളുടെ ട്രൈബ്സിലുള്ള ഒരു കോമൺ പേരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈ റാം? പറഞ്ഞു, വി ഹാവ് ദ സെയിം കോമൺ സ്റ്റോറീസ് ലൈക്ക് യു ഹാവ് ഇൻ ഇന്ത്യ. രാമായണ കഥയുമായിട്ട് വി ഹാവ് ദ സെയിം സ്റ്റോറീസ്. അല്പം സ്വല്പം എന്തായാലും വ്യത്യാസം വരുമല്ലോ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ദ സെൻട്രൽ തീം ഓഫ് ദ ഹോൾ ഫ്ലോക്ക് ടോർ, ആ ഫ്ലോക്ക് ടെയിൽ എന്ന് പറയുന്നത് രാമായണമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം ജോർജിയ എന്നൊക്കെ പറയുന്ന വളരെ അപ്രസക്തമായ അങ്ങ് യൂറോപ്പിൻ്റെ ഒരു കോണിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ രാമായണം ഒരുപാടുണ്ട്. നമ്മുടെയൊക്കെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് രാമായണമുണ്ട്. മലയാളത്തിൽ തന്നെ നമുക്ക് വാൽമീകി രാമായണത്തിൻ്റെ ട്രാൻസ്ലേഷനുണ്ട്. അതേപോലെ എഴുത്തച്ഛൻ എഴുതിയ ഇപ്പോൾ വായിച്ച് കേട്ടതായിട്ടുള്ള രാമായണമുണ്ട്. ബാലിയിലുണ്ട്. ഒന്നുമില്ല. ഇനി മൂന്നാമതൊരു രാമായണം നമ്മുടെയൊക്കെ കേരളത്തിലുണ്ട്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. വടകര ഒരു നൊസ് ഹസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നൊസ് എന്ന പദം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉപയോഗിക്കുന്നത് വട്ട് എന്ന് പറയാനാണ്. വട്ടന്മാർക്ക് വേണ്ടി പറയുന്ന അയാൾക്ക് നൊസ്സാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണെന്നാണ് അർത്ഥം. അങ്ങനെ നൊസ് ഹസൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തനായ ഹസൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ വലിയൊരു സൂഫിയായിരുന്നു. അയാളുടെ വർക്കുകളൊക്കെ പിന്നീട് കണ്ടെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ഒരു വട്ടം ഉണ്ടായിരുന്നില്ല. അയാൾക്കാണ് വട്ടില്ലാതിരുന്നത് എന്ന് പറയും. അങ്ങനെയാണല്ലോ. 99 ആളുകളും തലകുത്തി നടക്കുമ്പോൾ ഞാനൊരാൾ 2 കാലിൽ നടന്നാൽ എനിക്കാണ് വട്ടുണ്ടാകുക. പക്ഷെ ഞാനാണ് ശരിയായി നടക്കുന്നതെങ്കിൽ പോലും 99ൻ്റെയും ശരി അതല്ലാത്തത് കൊണ്ടുണ്ടായ വട്ടുകൾ, അങ്ങനെയുള്ളവരെയാണ് അവധൂതന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ഈ നൊസ് ഹസൻ എഴുതിയ മാപ്പിള രാമായണമുണ്ട്. ഞാനതിവിടെ പറയാൻ കാരണം മതസൗഹാർദ്ദ വേദിയും കൂടി ആയതുകൊണ്ടും മാത്രമല്ല, ഈ കർക്കിടകത്തിൽ എന്തിനാണ് ഈ രാമായണം വായിക്കുന്നത് എന്നുള്ള ഒരു വിമർശനാത്മകമായ ചോദ്യം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അടുത്ത കാലത്ത് ഏതോ ചില ഹിന്ദു സംഘടനകളൊക്കെ തുടങ്ങിയതാണ് എന്നുള്ള ഈ കർക്കിടകവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങളാണ് കർക്കിടകവുമായി രാമായണത്തെ ബന്ധിപ്പിക്കുന്നത്. ഒന്ന്, ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല, പുതിയതാണെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഇത് പുതിയതായതോ സംഘടനകൾ ഇവിടെ എന്തോ ആളുകളെ കൂട്ടാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണോ? അന്ന് ഒരുപക്ഷെ ഉദ്ദേശം അങ്ങനെയൊക്കെ ആകുമായിരിക്കുമെങ്കിലും കർക്കിടകവുമായി ബന്ധപ്പെട്ട് രാമായണത്തിനുള്ള ഒരു ബന്ധം എന്ന് പറയുന്ന രാമായണത്തിൽ അധ്യാത്മരാമായണം തന്നെയാണ്. അതിൽ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ്റെ ജനനം എന്ന് പറയുന്നുണ്ട്. ഏകദേശം ശ്രീരാമൻ്റെ ഗ്രഹനിലയൊക്കെ ഇന്നത്തെ വായനയിലുണ്ട് അല്ലേ? ഇന്നത്തെ രാവിലത്തെ വായനയിൽ ഏകദേശം ഇന്ന രാശിയിൽ ചന്ദ്രനും ശുക്രനും ഒക്കെ നിൽക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമത്തത്, ഈ നൊസ് ഹസൻ്റെ മാപ്പിള രാമായണത്തിൽ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതിൽ കർക്കിടത്തിൽ ഓരിയിട്ട് പാടുന്ന കുത്തിയിരുന്ന് കേൾക്കണ പാട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു റെഫറൻസ് അതിലുണ്ട്. അതൊരിക്കലും അപ്പോൾ എന്തായില്ല, സമീപകാലത്തിൽ 10-25 കൊല്ലം മുമ്പേ തുടങ്ങിയ അന്ന് മാതൃഭൂമി പോലും അതിന് സഹകരിച്ചില്ല, അല്ലെങ്കിൽ മനോരമ സഹകരിച്ചില്ല എന്നൊക്കെ പറയുന്ന ചില വാദങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ നൊസ് ഹസൻ എങ്ങനെ മനസ്സിലായി ഇത് പിന്നെ കർക്കിടകത്തിൽ ഓരിയിട്ട് വിരൽ വെച്ച് പാടുന്ന പാട്ടാണ്? താടിക്കാരൻ ഔലിയ പറഞ്ഞ താടിക്കാരൻ ഔലിയ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലെ സൂഫി സെയിൻസിന് അല്ലെങ്കിൽ മഹർഷിമാരെയൊക്കെ പറയുന്ന ഔലിയാക്കൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ താടിക്കാരൻ ഔലിയ പാടിയ പാട്ട് എന്നൊക്കെ ഉള്ള മാപ്പിള ട്യൂണിലാണ്, അതിൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണിലാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം ക്രോസ് റെഫറൻസുകൾ എപ്പോഴും നമുക്കൊക്കെ മറ്റ് സമ്പ്രദായങ്ങളിൽ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ സന്ദർഭവശാൽ പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഹിന്ദു എന്ന വാക്ക് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ പ്രത്യേകിച്ച് കാണാനില്ല എന്നുള്ളത് പറയാറുണ്ട്. ഹിന്ദു എന്ന വാക്കില്ല. അതിനങ്ങനെ ഒരു വാക്ക് പറയേണ്ടുന്ന കാര്യം അന്ധകാലത്തില്ലാത്തത് കൊണ്ട് ഹിന്ദു എന്നൊരു വാക്കില്ല. ശരിയായിരിക്കാം, പ്രാമാണികമായ പഴയ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ, അല്ലെങ്കിൽ പ്രാചീനമായ ഗ്രന്ഥങ്ങളിലൊന്നും ഹിന്ദു എന്ന് പറയുന്നൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മതത്തെക്കുറിച്ചുള്ളതല്ല അവിടുത്തെ പ്രതിപാദ്യം. പക്ഷെ അതും അന്യമത ഗ്രന്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു പറഞ്ഞ വാക്കുണ്ട്, ഇന്ത്യ എന്നൊരു വാക്കുണ്ട്, ഹിന്ദുദേശം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ അത് എവിടേക്കോ പ്രചരിച്ചിരുന്നു അത്തരം വാക്കുകൾ എന്നത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ടാണ് ഈ ക്രോസ് റെഫറൻസുകൾ എപ്പോഴും കമ്പാരിറ്റീവ് സ്റ്റഡീസൊക്കെ നമ്മുടെ തന്നെ കാര്യത്തെ ഉറപ്പിക്കാനും കൂടി നമുക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് ഒരുപക്ഷെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബൈബിളിലെ പഴയ നിയമത്തിലാണ് ഇന്ത്യ എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ ഹിന്ദുദേശം എന്നാണ് മലയാളത്തിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എസ്തേർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം വളരെ പ്രാചീനമാണ്. അതിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ യേശുവിനും എത്രയോ
നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. യേശുവിന് 2000 കൊല്ലമായി. അപ്പോൾ 2000 കൊല്ലത്തിന് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ ഹിന്ദുദേശം എന്ന ഒരു പേര് പറയുന്നുണ്ട്. കൂശ് ചക്രവർത്തി, ഒരു ചക്രവർത്തിയുടെ പേരാണ്. ഒരു ചക്രവർത്തി ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ വാണിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി പോലെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എസ്തേർ എന്ന് പറയുന്ന കഥാപാത്രം ഈ രാജാവിൻ്റെ രാജ്ഞിയായി പോകുന്ന കഥയും ഒക്കെയാണ് അതിൽ പറഞ്ഞത്. അവിടെ ഫ്രം ഇന്ത്യ ടു കൂഷ് ടു ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പദവും അതിനുണ്ട്. ഞാനതിൻ്റെ സുറിയാനിയും ഞാനതിൻ്റെ ഗ്രീക്കും ഒക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഹിന്ദു ദേശവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊക്കെ അതിപ്രാചീനമായി തന്നെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം സ്വാധീനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. രാമായണം എത്രമാത്രം എന്താ പറയുക കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് ഇന്ന് വായിച്ചതിൻ്റെ തെളിവ്. ഇന്നിപ്പോൾ ലക്ഷ്മണ ഉപദേശം മുഴുവൻ കോപത്തെക്കുറിച്ചും കോപവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വാട്ട് മാനേജ്മെൻറ്റ് യു ഷുഡ് ഡു വെൻ യു ബിക്കം ക്രോധം വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോകിയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം, തോക്മാംസരക്താസ്തി വിൺമൂത്രരേതസാം, സമ്മേളനം പഞ്ചഭൂതഗ നിർമ്മിതം എന്ന് പറഞ്ഞ് അതിനെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. വലിയൊരു കാര്യത്തെ നമ്മൾ ഈ തലയിട്ടടിക്കണം. ഈ ക്രോധം വരുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്തിൻ്റെയോ മേലെ പോയി തലയിട്ടടിക്കുകയാണ്. അത് നമ്മളെ തന്നെ നശിപ്പിക്കുക. വലിയൊരു പാറേൻ്റെ മേലെ പോയി കോപം വരും. കുട്ടികളങ്ങനെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. ഇട്ടിടിക്കുക, പ്ലേറ്റ് പൊട്ടിക്കുക, തലയിട്ടിടിക്കുക. ഇത് തന്നെയാണ് നമ്മളും പലപ്പോഴും ചെയ്തത്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയെന്നാണ് ലക്ഷ്മണൻ. കാരണം അത്രയ്ക്കും നീചമായതെന്തോ സംഭവിച്ചിരിക്കുന്നു. അവിടെ ഒരു ചതി നടന്ന പോലെയൊക്കെ, അധർമ്മം നടന്ന പോലെയൊക്കെയാണ് ലക്ഷ്മണന് ഫീൽ ചെയ്തത്. ഈ അമ്മയും അച്ഛനൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാത്തിനും യോഗ്യനായ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു 14 കൊല്ലം ഒക്കെ ഒരു ജ്യേഷ്ഠൻ പോയി ഇങ്ങനെ വിഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ലക്ഷ്മണനോട് കൊടുക്കുന്ന ഉപദേശം. ഏതായാലും ഇന്ന് അതാണ് പ്രധാനപ്പെട്ടതായി അദ്ദേഹം വായിച്ചത്. കൃത്യമാണത്. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു മാനേജറൽ സയൻസാണത്. ഹൗ ടു കൺട്രോൾ യുവർ ആങ്കർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടമാണ് അല്ലേ. നമ്മൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഒരു കാലത്തൊക്കെ ഇത് ഇമോഷണൽ ഇൻ്റലിജൻസിന് മുമ്പ് IQ ഒക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഉണ്ടാവണം. ഇത് കഴിഞ്ഞപ്പോൾ EQ ഇമോഷണൽ കോഷ്യൻ്റ് ഉണ്ടാവണം. അത് കഴിഞ്ഞപ്പോൾ സ്പിരിച്വൽ കോഷ്യൻ്റ് SQ ഒക്കെ പറയുന്ന കാലഘട്ടത്തിൽ കൃത്യമായത് എന്തുകൊണ്ടാണ് കോപം നിമിത്തം മഹാമോഹം ഒന്നും നല്ലതല്ല എന്ന് പറയാനുള്ള കാരണങ്ങളെ കൃത്യമായി അതിൽ പറയുന്നു. ഇന്ന് വായിച്ചൊരു ഭാഗത്ത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 4 പോയിൻ്റുകൾ. അത് വാൽമീകി രാമായണത്തിലും പറയുന്നുണ്ട്. കിം കണശ്ച കുതോ ധനം, കിം ക്ഷണശ്ച കുതോ വിദ്യ, കിം നൃണംശ്ച കുതോ സുഖം, പിന്നെന്താണ് കിം ദേവസ്യ കുതോ ഗതി. ഈ കിം കണന്മാർക്ക് വിദ്യ ഉണ്ടാകിയില്ല, കിങ്ക്ഷണന്മാർക്ക് അർത്ഥമുണ്ടാകിയില്ല എന്ന് എഴുത്തച്ഛൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഈ കിങ്കണനും കിങ്ക്ഷണനൊന്നും നമുക്ക് മലയാളത്തിൽ അത്ര അറിവ് പോരാ. എന്താ വാക്യം? അത് സംസ്കൃതമാണ്. കിം കണം, എന്ത് കണം എന്ന്. കണം എന്ന് പറഞ്ഞാൽ ലിറ്റിൽ പാർട്ടിക്കിൾ എന്നർത്ഥം. എന്ത് കുറച്ച് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അർത്ഥമുണ്ടാകില്ല. സോ ദ ഫസ്റ്റ് മാനേജ്മെൻറ്റ് ഫോർ യുവർ എന്താ പറയുക ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് ടു നോ വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഓഫ് ദ സിംപ്ലസ്റ്റ്. അതാണ് അതിൽ നിന്ന് വരുന്നത്. ഏറ്റവും ചെറിയതായ കണത്തെപ്പോലും കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് ലക്ഷ്മി നിലനിൽക്കുക, അല്ലെങ്കിൽ ധനം നിലനിൽക്കുക. ഒരു ഉറുപ്പ്യ കളയരുത് എന്നർത്ഥം. അത് കൊണ്ടു നടക്കണം, അതിനെ മാനേജ് ചെയ്യണം എന്നർത്ഥം. കിങ്കണന്മാർക്ക് അർത്ഥമുണ്ടാകില്ല, വെൽത്ത് ഉണ്ടാവില്ല എന്നർത്ഥം. കിംക്ഷണന്മാർക്ക് വിദ്യയും ഉണ്ടാകില്ല. കിംക്ഷണം എന്ന് വെച്ചാൽ ഒരു മിനിറ്റല്ലേ അത് പോട്ടെ എന്ന് പറഞ്ഞ് പഠിക്കുന്നവർക്ക് അതങ്ങനെ പോകുന്നല്ലാണ്ട് ഒരുപാട് മിനിറ്റുകൾ മണിക്കൂറുകളും ദിവസങ്ങളുമായി മാറുമെന്നല്ലാതെ അവർ പഠിക്കില്ല. കിട്ടുന്ന ഓരോ നിമിഷവും ഏതെങ്കിലും തരത്തിലുള്ള പഠനത്തിൽ മുഴുകിയവന് മാത്രമാണ് വിദ്യ വിളങ്ങുകയുള്ളൂ എന്നുള്ളൊരു അടിസ്ഥാനപരമായ മറ്റൊരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അതേപോലെ കിം ഋണം എന്ന് പറഞ്ഞാൽ കടം. എന്ത് കടം? കുറേ കടം വാങ്ങിയിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ പലരും ആത്മഹത്യയിലേക്കും മറ്റൊക്കെ പോയി ചാടുന്നത്. കടം വാങ്ങി അവസാനം ഇവിടുന്ന് വാങ്ങി പിന്നെ കിട്ടാതെ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കടങ്ങൾ വാങ്ങി നമ്മൾ ലോൺ എടുത്തിട്ട് ഒരുപാടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരു തരത്തിലുള്ള മനസ്സുഖം ഉണ്ടാവില്ല എന്നും. പിന്നെന്താണ് കിം ദേവന്മാർ, ഈശ്വരനെക്കുറിച്ച് എന്ത് ദൈവം. ഇന്നത്തെ ഒരു ശൈലി അതാണ്, എന്ത് ദൈവം. എന്നോടൊക്കെ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തിനാ സ്വാമി ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊന്നും നോക്കേണ്ട കാര്യം. ആ ഒരു ബോധത്തിലേക്ക് അടുപ്പിക്കാനാണ് മതമൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
രാമായണം പോലും പറയുന്നത് ഈശ്വരനോന്മുഖമായിട്ടുള്ള ധർമ്മോന്മുഖമായിട്ടുള്ള ജീവിതം അതായിരിക്കണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അവിടെയാണ് ഇന്നിപ്പോൾ വന്നപ്പോൾ തന്നെ കേട്ടത്, ഇതൊക്കെ മതങ്ങൾ കൊടുക്കുന്ന മൂല്യങ്ങൾ ഇനിയും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നും രാമായണം പ്രസക്തമായതിൻ്റെ 1-2 ഉദാഹരണങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇനിയും അത് പ്രസക്തമാണ്. കാരണം അച്ഛൻ്റെ മകനായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ഛനെ മനസ്സിലാക്കിയ രാമൻ, അച്ഛൻ്റെ അഭിമാനത്തിന് ചോദ്യം ചെയ്യാത്ത രാമൻ. അതാണ് രണ്ടാനമ്മയോട് കൊടുത്ത ഒരു വാക്ക് നിറവേറ്റാൻ അച്ഛനിങ്ങനെ കടന്ന് ബബ്ബ തത്തത്തെ അടിക്കുന്ന സമയത്ത് ഐ വിൽ ഡു ഫോർ യു എന്ന് പറയുന്നൊരു മകൻ ഉണ്ടല്ലോ. ഞാനെപ്പോഴും എൻ്റെ അച്ഛനോട് ഞാൻ അങ്ങനെ പെരുമാറാറുണ്ട്. സാധാരണ സന്യാസിമാരൊന്നും പൂർവാശ്രമമായിട്ട് ബന്ധമൊന്നും വല്ലാണ്ട് വെക്കാറില്ലെങ്കിൽ ഞാൻ നല്ലോണം ബന്ധം വെക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെയാണ് എൻ്റെ അച്ഛനും അമ്മയും രണ്ടാമത്തെ അമ്മയും താമസിക്കുന്നത്. ചിലപ്പോൾ സമയത്ത് പൊട്ടത്തരത്തിൽ അച്ഛനെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. എല്ലാ അറിവുകളും തികഞ്ഞു എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരു ക്രോധമായൊരു നോട്ടത്തിലൂടെ വേണമെങ്കിൽ അദ്ദേഹത്തിനെ മാനം കെടുത്താം. പക്ഷേ പലപ്പോഴും ഞാൻ രാമനെ ഓർക്കാറുണ്ട്. രാമൻ എടുത്തത് ഒരു വാക്ക് പോലും പറയാതെ അച്ഛൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ തൽക്കാലം അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നൊരു മകനെയാണ് ശ്രീരാമനിൽ നമ്മൾ കാണുന്നത്. അത് നിത്യജീവിതത്തിൽ നമുക്കിന്ന് പ്രസക്തം. ഇതേപോലെ തന്നെ മറ്റൊരു പ്രസക്തിയാണ് ഞാൻ രാമായണത്തിൽ നിന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ലക്ഷ്മണൻ്റെ കാര്യം. ലക്ഷ്മണനോട് ഈ സീതാന്വേഷണത്തിന് പോകുന്ന ഓരോരുത്തർക്ക് വഴിയിൽ കിടന്ന ഓരോ ആഭരണങ്ങൾ കിട്ടും. ആ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ വിമാനത്തിൽ പോകുമ്പോൾ സീത ഊരിയിടുന്നത്, ആദ്യം തലയിലുള്ളത് ഊരിട്ടു, കഴുത്തിലുള്ളത് കമ്മലൊന്നിട്ടു, രണ്ടാമത്തത് ഈ വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ അങ്ങനെ മാലയിട്ടു, അരഞ്ഞാണമിട്ടു, എല്ലാം ഇട്ടു, പാദസരമൊക്കെ ഇട്ടു. അങ്ങനെ ഇവർക്ക് വഴി മനസ്സിലായി, ഈ വഴിക്കാണ് വിമാനം പോയതെന്ന് മനസ്സിലായി. ഇതെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് ലക്ഷ്മണനോട് ചോദിക്കുന്നുണ്ട്, ഇത് സീതാദേവിയുടേതാണോ, ഇത് അങ്ങയുടെ ജ്യേഷ്ഠത്തിയുടേതാണോ, ഇത് ജ്യേഷ്ഠത്തി അമ്മയുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണന് ഒന്നും അറിയണില്ല. അവസാനം പാദസരം കാണിച്ചപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ അമ്മയുടേതാണ്, ഇതെൻ്റെ ജ്യേഷ്ഠത്തി അമ്മയുടേതാണ്. കാരണം ഞാൻ നിത്യവും ആ കാലിൽ നമസ്കരിക്കുമ്പോൾ ആകെ അമ്മയുടെ ഒരു ശരീര അവയവം ജ്യേഷ്ഠത്തിയമ്മയുടേത് കണ്ടിട്ടുള്ളത് ആ കാലുകളും അത് എന്നും നമസ്കരിക്കുന്നത് കൊണ്ട് ആ പാദസരങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. ആ കാലിൻ്റെ മേലേക്ക് ഒന്നും തന്നെ സീതയെ കണ്ണുകൊണ്ട് നോക്കാൻ അനുജൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും പ്രസക്തല്ലേ ഇതൊക്കെ? ഇന്നിപ്പോൾ അച്ഛൻ മകളുടെ കൂടെയാണോ അമ്മ മകൻ്റെ കൂടെയാണോ എന്ന് അറിയാത്ത രീതിയിൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ലിബറലിസവും ഒക്കെയാണ് നമ്മളിന്നൊക്കെ കുട്ടികളെ വേട്ടയാടുന്നത്. വീട്ടിൽ തന്നെ എല്ലാത്തിനും സൗകര്യം, അച്ഛനെന്നോ മകനെന്നോ, മകൻ്റെ മകനെ പ്രസവിക്കുന്ന അമ്മയും അച്ഛൻ്റെ മകളെ പ്രസവിക്കുന്ന മകളും ഒക്കെ എന്നൊന്നും നമ്മുടെ ഇടയിൽ എത്ര കോമൺ അല്ലെങ്കിൽ പോയി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോ കാലത്ത് ഇതൊക്കെ വെരി കോമൺ ഇൻ യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ ഈ ലക്ഷ്മണനെ പോലുള്ളൊരു അനുജൻ സ്വന്തം അമ്മയ്ക്ക് തുല്യമായി കാണണം. 5 മാതാക്കളാണ് ധർമ്മപ്രകാരം ഹൈന്ദവ സങ്കല്പപ്രകാരം ഉള്ളത്. സ്വന്തം അമ്മ, ഭാര്യ ഭർത്താക്കന്മാരുടെ അമ്മായിയമ്മകൾ, പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഗുരുവിൻ്റെ പത്നി ഗോമാതാവ്. ഇങ്ങനെ 5 കാര്യങ്ങളെയാണ്. ഗോമാതാവ് പാല് കൊടുക്കുന്ന അമ്മയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ. അതിനൊക്കെ ഇനിയിപ്പോൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ വേറെ രീതിയിലേക്കൊന്നും വ്യാഖ്യാനിക്കരുത്. എന്തായാലും 5 അമ്മമാരെയാണ്, അതിൽ ജ്യേഷ്ഠന്മാരുടെ പത്നിമാരെ സ്വന്തം അമ്മമാരെ പോലെ കാണണം. ഇന്നൊക്കെ എത്രത്തോളം അതിൽ നിന്നൊക്കെ മാറാനുള്ള ടെൻഡൻസി ഉള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നും രാമാനുജനായിരിക്കുന്ന സമയത്ത്, രാമൻ്റെ അനുജനായിരിക്കുന്ന സമയത്ത് ലക്ഷ്മണനെ പോലെയൊക്കെ ആകണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇപ്പോഴും ഇവിടെ മോഡലുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നോട് 40 മിനിറ്റ് എന്നാണ് പറയുന്നത്. 7:08 7:10 ആകുമ്പോൾ ഞാൻ നിർത്തും. കൃത്യസമയം പാലിക്കും. ഇതുവരെയും ചീട്ട് വാങ്ങാത്ത ഒരാളാണ്. ഒരുപാട് വേദികളിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഈ പുറകിലെ ചീട്ട് വാങ്ങിയിട്ടില്ല. ഇവിടെയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ ഏതായാലും പേനയൊന്നുമില്ല. എന്നാലും വേദിയുടെ ഔചിത്യം മാനിച്ച് ഞാൻ നിർത്തുന്നു. ഇന്നും രാമായണം എന്നല്ല, എല്ലാ ഗ്രന്ഥങ്ങളും പ്രസക്തമാണെന്നും എല്ലാ മതങ്ങളും പ്രസക്തമാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ നന്മയും തിന്മയും പഴികളും ഒക്കെ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വേദിയിലും അത് തന്നെ പറയുന്നു. നമ്മുടെയൊക്കെ മതങ്ങൾ അതേതാണെങ്കിലും അതിൻ്റേതായ അർത്ഥത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ആത്മീയ അർത്ഥത്തിൽ, ഇനിയിപ്പോൾ പറയാനൊന്നും സമയമില്ല, രാമായണം മുഴുവൻ വേദാന്തമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിലാണ് ഇതിൻ്റെയൊക്കെ
ഒരു അന്ത്യം, നമുക്ക് അന്ത്യമാണല്ലോ, അറിവുകളുടെ അന്ത്യമാണ് വേദാന്തം, അല്ലാതെ വേദം എന്നതിൻ്റെ അന്ത്യം എന്നല്ല അർത്ഥം. എല്ലാ അറിവുകളുടെയും അന്ത്യമാണ് വേദാന്തം. അതിലെന്തേ ഉള്ളൂ? മുക്തിക്കും മോക്ഷത്തിനും മനുഷ്യൻ ശ്രമിക്കണം. അത് ആത്യന്തികമായി നമ്മൾ ഓരോരുത്തരും ജീവാത്മാവാണ്. ആ പരമാത്മാവിലേക്ക് നമ്മളൊക്കെ ചേരണം. ഈശ്വരനുമായിട്ടുള്ള ലയം, ഈശ്വരനിലേക്ക് പോകണം എന്നൊക്കെ തന്നെയാണ് എല്ലാ മതങ്ങളും. അത് ഏത് മതം എന്നൊന്നുമില്ല, നമ്മളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഇത് തന്നെയാണ്. ആരും തന്നെ വ്യത്യസ്തമായി മറ്റൊന്നും പറയുന്നില്ല. ചില സങ്കല്പങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി നമ്മൾ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോയാൽ ഈ ഒരു ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുന്ന മനുഷ്യൻ്റെ തീർത്ഥയാത്ര തന്നെയാണ് ഏതർത്ഥത്തിലും എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അതിലേക്കൊക്കെ കൃത്യമായി രാമായണം ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ രാമനാര്, സീതയാര്, അഞ്ചന്മാരായിട്ടുള്ള ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനുമാർ, ഹനുമാനാര്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊക്കെ ഇന്നും പ്രസക്തമായി ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്, ഞാൻ തന്നെയാണ്. എൻ്റെ ആത്മാവിനെ രമിപ്പിക്കുന്ന രാമനായി ആത്മാരാമ എന്നാണ് തുടങ്ങിയത്. ആത്മാരാമ ജയ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എൻ്റെ ആത്മാവിനെ രമിപ്പിക്കുന്ന രാമനായി ഇന്നും ഒരു ചരിത്ര പുരുഷൻ മാത്രമായിട്ടല്ല, എൻ്റെ തന്നെ ഉള്ളിൽ ഇനിയും പ്രകാശിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഇനിയും പ്രകാശത്തിൽ ഞാൻ ഇനിയും സാധനകളിലൂടെ മുന്നോട്ട് പോയി രമിപ്പിക്കേണ്ടുന്ന ഒരു വസ്തുവായി, അല്ലെങ്കിൽ ഒരു സങ്കല്പമായി രാമൻ മാറുകയാണ്. അതെല്ലാ കേസിലും ഇപ്പോൾ ഭാഗവതം എടുക്കുകയാണെങ്കിൽ അവിടെ കൃഷ്ണനാണ്, മറ്റതങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേദാന്തത്തിലൂടെ ഇതിനെ സമന്വയിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ്. കാരണം ഞങ്ങളൊക്കെ ഈ അധിക പ്രസംഗികളാണ്. കാരണം 40 മിനിറ്റിനൊക്കെ വേണ്ടി ഇത്രയും ദൂരം വരിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. എന്നാലും പിന്നെ വേദി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും ഒരു കൗതുകം വല്ലാണ്ട് തോന്നി. എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നൊക്കെ തോന്നിയത് കൊണ്ടും 11:30 പോകുന്നതാണ്. ഇവിടെ ഒരു 5:45 എത്തി. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നുകൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ആശംസകൾ. രാമായണത്തെ വെറും ഒരു ചരിത്രകാവ്യമോ അല്ലെങ്കിൽ ആദികാവ്യമായിട്ടൊന്നും കാണാതെ, വാൽമീകിനെയൊന്നും എനിക്ക് പറയാൻ കൂടിയിട്ടില്ല, അതൊക്കെ ഒരുപാട് വലിയ വിഷയങ്ങളാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു രീതിയിൽ ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് രാമായണ എന്ന വിഷയത്തെ മാത്രം അധികരിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ട 2-3 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും ഇല്ലാതെ ഒന്നും എവിടെയൊന്നും പറഞ്ഞെത്തിക്കാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഇതിന് ഇത്രയെങ്കിലുമൊക്കെ ഒരു അവസരം തന്ന ഇവിടുത്തെ അച്ഛൻ അനിൽ ഫിലിപ്പ് അച്ഛനെ ഞങ്ങൾ പറഞ്ഞ പോലെ കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മണ്ണാർക്കാട്, അവിടെ ഒരു ഉറൂസ് നേർച്ചയ്ക്ക് ഞങ്ങളെയൊക്കെ ഒരു മതസൗഹാർദ്ദ വേദിയിൽ വിളിച്ചിരുന്നു. അപ്പോൾ അച്ഛനും പ്രഭാഷകനായി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ബന്ധം വന്നത്. അന്ന് അദ്ദേഹം പേരും ഒക്കെ എടുത്ത് ഇപ്പോഴാണെന്ന് വിളിച്ചത്. അപ്പോൾ അതും കൂടി ഒന്ന് എന്താണ് അച്ഛൻ്റെ ഇവിടുത്തെ രീതികൾ എന്നൊക്കെ ഒന്ന് അറിയാനും ഒക്കെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാനൊക്കെയാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. നമ്മുടെ സിംഗ്ജി എവിടെ പോയി? ഇവിടെ ഉണ്ടോ? ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടത് വളരെ സന്തോഷം, എല്ലാവരും കണ്ടതിലും സന്തോഷം. ഇങ്ങനൊരു വേദി ഉണ്ടായതിൽ നന്നായി. ഇത് നമ്മൾ ഏത് ഗ്രന്ഥമാകട്ടെ, നമ്മൾ ഇത്തരത്തിൽ ഇതിനെ ഒരു പുനർവായനയ്ക്ക് നിങ്ങളൊക്കെ ഒന്ന് റെഡി ആവണം. നിങ്ങളുടെ മക്കൾ അതിനെ റെഡി ആക്കണം. കാരണം നിങ്ങൾ വായിച്ച ആസ്വാദനമല്ല അവർക്ക് ഇനി കിട്ടേണ്ടത്. ആ ആസ്വാദനം നിങ്ങളുടേത് മാത്രമായിരുന്നു. അത് മാത്രമാണ് ഇന്നത്തെ സന്ദേശം. ഏത് ഗ്രന്ഥമായിക്കോട്ടെ, ബൈബിളാകട്ടെ, ഖുർആനാകട്ടെ, രാമായണമാകട്ടെ, നിങ്ങൾ വായിച്ച് സന്തോഷിച്ച പോലെയല്ല ഇനിയത്തെ തലമുറ. അതിന് ഇവിടെ പലപ്പോഴും നമ്മളൊന്നും സജ്ജമായിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഗുരുവര്യന്മാരോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സഭകളോ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ജമായത്തുകളോ അവരുടെ മദ്രസകളോ ഒന്നും തന്നെ ഇനിയത്തെ തലമുറകൾക്ക് ഈ രീതിയിൽ കൊടുക്കാനായിട്ട് സജ്ജമായി വരുന്നതേ ഉള്ളൂ. ചിലയിടങ്ങളൊക്കെ അതിൻ്റെ നല്ല ലക്ഷണങ്ങൾ കാണുന്നുമുണ്ട്. അവിടെയൊക്കെ ഞാനും ഉണ്ടാവും. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനോ റീഎഡിറ്റ് ചെയ്യാനോ. അങ്ങനെ ധർമ്മത്തിൻ്റെ സ്വഭാവം തന്നെ അതാ, നവമായിക്കൊണ്ടേയിരിക്കണം. എപ്പോഴെപ്പോഴും അത് പുതിയതായിക്കൊണ്ടേയിരിക്കണം. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കും. അപ്പോൾ പുതിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ അവതാരങ്ങൾ മുതൽ വലിയ അവതാരങ്ങൾ വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളും അതിൻ്റെയൊക്കെ ഭാഗമാകാൻ തയ്യാറാകണമെന്ന ഒരു രാമായണ സന്ദേശം. കാരണം അതും ഒരു അവതാര കഥയാണ്. ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ഇരുട്ട് രാത്രിയിൽ കണ്ണുള്ളവരുടെ എണ്ണം കൂടുകയാണ്. ഇന്നിപ്പോൾ നൈറ്റ് വർക്ക് ഞാനൊരു കാലത്ത് സദർലാൻഡിൽ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ടീം മാനേജറൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. രാത്രി കണ്ണെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. രാത്രിയിൽ കാണാൻ പാടില്ലാത്തത് കാണുന്നതാണ് രാത്രി കണ്ണ്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഒരിക്കലും പകൽ കാണാത്ത വർഷങ്ങളോളം ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കവിടെ അറിയാം. അതുകൊണ്ട് രാത്രി കണ്ണുള്ളവരുടെ എണ്ണം കൂടുമ്പോൾ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സദർലാൻഡിലുള്ളവരൊക്കെ രാക്ഷസന്മാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും തെറ്റായി വ്യാഖ്യാനിക്കരുത്, പ്രത്യേകിച്ച് പത്രക്കാരോട് ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചിന്തകളുമായി വരാനും സംസാരിക്കാനും നിങ്ങൾ എന്നെ അനുവദിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം ശാന്തി.
രാമകഥയെ അധികരിച്ച് അറിവിനെ ജ്ഞാനമായി പ്രകൃതി നമ്മളോട് സംവദിച്ച സ്വാമിജിയെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരു കണക്കിന് ഈ മഴ തിമിർത്ത് പെയ്യുമ്പോൾ മലപ്പുറത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് കൊച്ചി വരെ എല്ലാ ബ്ലോക്കുകളെയും തരണം ചെയ്തിവിടെ വരികയും വളരെ ലളിതമായ ഭാഷയിൽ രാമായണ സന്ദേശത്തെ മതാന്തരമായി, മതസൗഹാർദ്ദമായി, മതസ്നേഹമായി പരിവർത്തിപ്പിച്ച് സംസാരിച്ച സ്വാമിജിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ. അനുഗ്രഹ സന്ദേശത്തിനായി സാനു മാഷിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് രാമായണ മാസത്തിൻ്റെ പ്രത്യേകതയായ മരുന്ന് കഞ്ഞി നിങ്ങളുടെ സീറ്റുകളിലെത്തും. കട്ടൻ കാപ്പിയും നമ്മുടെ ചുക്ക് കാപ്പിയും ലളിത പലഹാരങ്ങളും നിങ്ങളുടെ സീറ്റിലെത്തും. അപ്പോൾ അനുഗ്രഹ സന്ദേശത്തിനായി സാനു മാഷിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങ് അതിൻ്റെ ആത്മീയമായ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. ആദ്യം ശ്രീമാൻ ശങ്കരനാരായണൻ രാമായണത്തിൻ്റെ സ്പിരിറ്റ് നിങ്ങളിൽ പ്രവേശിക്കത്തക്ക തരത്തിലാണ് അതിൻ്റെ പാരായണം നടത്തിയത്. 2 ഭാഗങ്ങൾ, ഒന്നാദ്യം, പിന്നീട് ലക്ഷ്മണോപദേശം. അത് മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു ഗായകൻ്റെ ഗാനവുമുണ്ട് നമ്മുടെ. ഇപ്പോൾ രണ്ടാമത് നമ്മുടെ ആരാധ്യനായ സ്വാമികൾ അതിൻ്റെ ആധ്യാത്മികമായ ആന്തരികാർത്ഥങ്ങൾ, ആന്തരികാർത്ഥ തലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു അന്തരീക്ഷം നശിക്കാതെ സൂക്ഷിക്കുകയാണ് എൻ്റെ ചുമതല. ഞങ്ങളെല്ലാവരും അതാണ് ചെയ്യേണ്ടത്. രാമായണം അധ്യാത്മരാമായണമാണ് നമ്മൾ വായിക്കുന്നത് കർക്കിടക മാസത്തിൽ. ഈ അധ്യാത്മരാമായണം സംസ്കൃതത്തിലുള്ള ഒരു കാവ്യമാണ്, അപ്രധാനമായ കാവ്യമാണ്. സംസ്കൃതത്തിൽ മികച്ച കാവ്യമല്ലത്. അതിന് മലയാളത്തിൽ 2 പരിഭാഷ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പരാവർത്തനം വേറൊരാൾ എഴുതിയിട്ടുണ്ട്. 3 ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ കാണാത്തതും കാണും. എഴുത്തച്ഛന് മുമ്പും മലയാള ഭാഷയുണ്ട്. ഭാഷയുടെ പിതാവെന്നാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. ചെറുശ്ശേരി എഴുത്തച്ഛൻ 2 നൂറ്റാണ്ട് മുമ്പിലാണ്. കണ്ണശന്മാർ 1 നൂറ്റാണ്ട് മുമ്പിലാണ്. കണ്ണശന്മാരുടെ ശൈലി കുറേയൊക്കെ എഴുത്തച്ഛനിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും നാം എഴുത്തച്ഛനെ തന്നെ ഭാഷയുടെ പിതാവെന്ന് പറയുകയും അധ്യാത്മരാമായണം മാത്രം നമ്മുടെ കർക്കിടക മാസത്തിൽ രാമായണ മാസമായി ആചരിച്ചുകൊണ്ട് ആലാപനം ചെയ്യുകയും ചെയ്യുന്നു. എന്തായിരിക്കാം കാരണം? എനിക്ക് തോന്നുന്നത് അധ്യാത്മരാമായണമാണ് നമ്മുടെ കാവ്യഭാഷയെ അന്ന് മുതൽ ഇന്ന് വരെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കാവ്യഭാഷ എന്നൊരു ഏർപ്പാടുണ്ട്. നമ്മുടെ മറ്റ് ഭാഷകളിൽ നിന്നും നിങ്ങൾ സാഹിത്യം പഠിക്കാൻ മുതിരുമ്പോൾ വർത്തമാന ഭാഷ, പത്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ, വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ എല്ലാം കഴിഞ്ഞ ഒരു കാവ്യഭാഷയുണ്ട്. ഈ കാവ്യഭാഷ മലയാളത്തിൽ ഏറ്റവും ഹൃദയാവർജകമായി അവതരിപ്പിച്ചിട്ടുള്ളത് എഴുത്തച്ഛനാണ്. ആ ചൊല്ലിക്കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഏത് ഭാഗം എഴുതാനും. അതിൽ ആ ഭാഷ കിട്ടുന്ന എഴുത്തച്ഛൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി സരസ്വതിയാണ്. പദാവലി തോന്നണം കാലേ കാലേ. അത് സന്ദർഭാനുസരണം ഉചിതമായ പദങ്ങൾ എൻ്റെ നാവിൻ തുമ്പിൽ തുളുമ്പി നിൽക്കണം. അതുപോലെ തുളുമ്പി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വള്ളത്തോൾ എഴുതിയിരിക്കുന്നത് കാവ്യ ഭാഷയുടെ ആചാര്യനാണ്, പൂജിക്കുകയാണ് ചെയ്യുന്നത്. ആശാൻ ശ്രീബുദ്ധിരൻ പരിഭാഷപ്പെടുത്തുമ്പോൾ പറയുന്നത് എനിക്ക് തുഞ്ചത്താചാര്യരെ പോലെ ഈ തർജ്ജമ ചെയ്യാൻ കഴിയണമെന്നാണ്. അപ്പം അങ്ങനെ അദ്ദേഹം നമ്മുടെ കാവ്യഭാഷ അതിൻ്റെ മാധുര്യം മുഴുവൻ, അതിൻ്റെ ഗാംഭീര്യവും ആശയം കലർത്തിക്കൊണ്ട് ആവിഷ്കരിച്ച കവിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ചൊല്ലി കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും
ഇപ്പോൾ ചൊല്ലിക്കേട്ടത് തന്നെ കണ്ടോ. ഒന്ന് ശ്രീ ശങ്കരനാരായണൻ ചൊല്ലിയപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഭക്തിഭാവം മുഴുവൻ പര്യായ പദങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവന്ന് രണ്ടാമത് ചൊല്ലി ലക്ഷ്മണോപദേശമാണ്. അവിടെ ചക്ഷുശ്രവണം കിളസ്തമാം നിർത്തരം ഉപയോഗിക്കുന്നു. ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള അകത്തോട്ടേ പോകുള്ളൂ, പുറത്തേക്ക് വരികയില്ല. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ പരക്കം പായി നേടുന്നതിന് വേണ്ടി ഓടുന്നത്. അത് മഹാഭാരതത്തിലുള്ളതാണ്. യക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്ന ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവരും മരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അത് മറന്നുകൊണ്ട് തുച്ഛമായ ലാഭത്തിന് വേണ്ടി അവൻ പരക്കം പോവുകയും കലഹമുണ്ടാകുകയും, ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിന്നും തുടരുന്നു. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ജീവിതം ക്ഷണഭങ്കുരമാണ്. അതുകൊണ്ട് സനാതനമായ മൂല്യങ്ങൾ ആവിഷ്കരിച്ചും സ്നേഹം തുടങ്ങിയത് ഇത് ഉള്ളിൽ നല്ലപോലെ പതിയുന്നതിനാണ് ഇത് ഉപകരിക്കുന്നത്. കാരണം ജീവിതം ദുഃഖാത്മകമാണ്. നാം പണ്ട് തന്നെ ചൊല്ലുന്നതാണല്ലോ, നരനായി ഇങ്ങനെ ജനിച്ച് ഭൂമിയിൽ നരകവാരുതി എന്നാണ്. അവിടുന്ന് കയറ്റണമെന്നാണ് ശിവനോട് പ്രാർത്ഥിക്കുന്നത്. അത് ഈ നരകമായി അനുഭവപ്പെടുന്ന ലൗകിക ജീവിതത്തിൽ മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സ്നേഹത്തിൻ്റെ വേദന അനുഭവിച്ചും ജീവിതത്തെ സാരഗർഭമാക്കി തീർക്കണമെന്ന ഉപദേശം അതിമനോഹരമായ സൗന്ദര്യത്തിൻ്റെ ശൈലിയിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മനോഹാരിതയായി വശ്യതയായി ഞാൻ കാണുന്നത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സാനുമാഷ് പറഞ്ഞു തുടങ്ങിയത് അതിൻ്റെ ആധ്യാത്മികത രണ്ടുപേരും പറഞ്ഞു പൂർത്തിയാക്കി. ഇനി അതിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു. ഇതിൽ പരമായി എങ്ങനെയാണ് ഇതിനെ പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അത്ര മനോഹരമായി ആ രാമായണത്തെ അധികരിച്ച് സാനുമാഷ് സംസാരിക്കുകയായിരുന്നു. ഒരുപാട് സ്നേഹം. ഇപ്പോൾ സംസാരിക്കുവാനായിട്ട് ജസ്റ്റിസ് ഷംസുദ്ദീൻ സാറിനെ ക്ഷണിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടി സൗകര്യം സംസാരിക്കാം. വളരെ ആദരണീയനായ സ്വാമിജി അവർകളെ, എൻ്റെ ഗുരുസ്ഥാനീയനായ സാനു മാസ്റ്റർ അവർകളെ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വേദികളെ, സദസ്സിലുള്ള വിശിഷ്ട വേദികളെ, വളരെ സാരവത്തായ മുഖ്യപ്രഭാഷണവും അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണവും കഴിഞ്ഞു. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള മതസൗഹാർദ്ദത്തെ സംബന്ധിച്ചുള്ള സന്ദേശമാണ്. ഇന്ന് മുഹറം 16 ആണ്. അതായത് ഇതര കാലഗണന അനുസരിച്ച് ഇന്ന് മുഹറം 16, ഇന്ന് അവധി ദിവസമായി അംഗീകരിച്ചു. അത് എൻ്റെ അന്തസത്ത എന്താണ് എന്ന് വെച്ചാൽ, മോശ പ്രവാചകൻ ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ വംശജരെ ഫറോവയുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ചെങ്കടൽ കടത്തി കൊണ്ടുപോയ ആ സംഭവത്തെ കുറിക്കുന്ന ഒന്നാണ് മുഹറം 10. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാളേറെ, ആ ജൂത സമൂഹങ്ങൾ ഒരുപാട് മദീനയിലുണ്ടായിരുന്നു, ആ ഗോത്രങ്ങളോട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ മൂസയോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ ഞാനും മുഹറം 10 വ്രതം അനുഷ്ഠിക്കാൻ ആജ്ഞാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഈ മതസൗഹാർദ്ദത്തിൻ്റെ വേര് തേടിപ്പോകുമ്പോഴും നമുക്കിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചിട്ടും ഈ മതങ്ങളെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. മതങ്ങൾ തമ്മിൽ സംഘർഷത്തിന് ഒരു പഴുതും ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ പഠനത്തിൽ എല്ലാ മതദർശനങ്ങളും മാനവരാശിയെ
മൂല്യവത്തായ ഒരു സമൂഹമായി മാറ്റാനും കരുണ, ദീനാനുകമ്പ, സ്നേഹം, സഹജാവബോധം മുതലായ മൂല്യങ്ങൾ വളർത്തി ഉദാത്തമായ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് ഉയർത്തുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മതങ്ങളുടെയും പ്രധാന സന്ദേശം തന്നെ മൂല്യവത്തായ ഒരു സമൂഹ സൃഷ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമികമായ വീക്ഷണത്തിൽ കൂടി നോക്കുമ്പോൾ ശ്രീരാമൻ എന്ന ഇതിഹാസ പുരുഷൻ ഒരു പ്രവാചകനാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാ ജനതകളിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഇന്ത്യയെപ്പോലെ ആധ്യാത്മിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നടത്തിയിട്ടുള്ള ഒരു രാജ്യത്ത് പ്രവാചകന്മാർ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. നമ്മളുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വളരെ വ്യക്തമായ തെളിവാണതിൽ. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ എന്ന ഇതിഹാസ പുരുഷൻ ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനാണ്. മാനവരാശിയെ ധർമ്മത്തിലേക്ക് നയിക്കാൻ വേണ്ടി അധർമ്മം നടമാടുകയും മനുഷ്യരാശി അധപ്പതിക്കണത്തിൻ്റെ അഗാധതയിലേക്ക് നിബന്ധിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അവരെ ധാർമ്മികമായി ഉയർത്താൻ വേണ്ടിയിട്ട് പ്രവാചകന്മാർ വരും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജനതകളിലേക്കും വിശുദ്ധ ജനങ്ങളിലേക്കും അങ്ങനെ പ്രവാചകന്മാരയച്ചു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരിലെല്ലാം വിശ്വസിക്കുകയും അവർ തമ്മിൽ യാതൊരു വിവേചനവും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്ബാലിനെ പോലെയുള്ള ആളുകൾ അമീർ ഹിന്ദ് എന്നാണ് വാസ്തവത്തിൽ രാമനെക്കുറിച്ച് പറഞ്ഞ അമീറുൽ ഹിന്ദ്. ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മോക്ഷമില്ല എന്നുള്ള ഒരു കൽപ്പന വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ ഇല്ല എന്നത് ഉള്ളത് വളരെ തെളിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് രണ്ട് ചരിത്ര സംഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. അവിടെ പ്രവാചകൻ ചെല്ലുമ്പോൾ അവിടെ മദീനയിൽ ഒരുപാട് ജൂതഗോത്രങ്ങളുണ്ടായി. ആദ്യമായി പ്രവാചകൻ ചെയ്തത് അവരുമായി ഒരു ഉടമ്പടി, ദീർഘാണെങ്കിൽ അപ്പം പറഞ്ഞപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയായിരുന്നു. അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവരുടെ വിശ്വാസം, അവരുടെ ചിഹ്നങ്ങൾ, അവരുടെ സ്വത്ത് എന്ന് വേണ്ട എല്ലാ പരിരക്ഷയും ചെയ്യാൻ നിർബന്ധിതമാണ് എന്നാണ് ആ ഉടമ്പടിയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. മദീന ചാർട്ടർ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ആ ഒരു വലിയൊരു ഒരു കരാറായിരുന്നു. അതുപോലെ തന്നെ നജറാനിലെ ക്രിസ്ത്യാനികളോടും അത്തരത്തിൽ അവരുടെ കുരിശ്, അവരുടെ സിംബൽസ്, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സ്വത്ത്, അവരുടെ ദേവാലയങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉടമ്പടി പ്രവാചകൻ ചെയ്യുകയുണ്ടായി. ഇത് രണ്ടും ആദ്യമായിട്ട് ചെയ്തത് എന്ന് തന്നെയല്ല, മദീന ചാർട്ടറിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉദയം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് ഇല്ല വാസ്തവത്തിൽ. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ പിശകാണ് എന്നാണ് ഞാൻ പറയുക. അതുകൂടാതെ പ്രവാചകൻ്റെ അടുത്ത് നജ്റാനിലെ ക്രിസ്ത്യാനികൾ വന്നു. പ്രവാചകനുമായിട്ട് ഡയലോഗിന് വേണ്ടി വന്നതാണ്.
പ്രവാചകൻ അവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായപ്പോൾ അവർ പ്രവാചകനോട് പറഞ്ഞു, മാസ് എന്നുള്ള സമയമായി, ഞങ്ങൾ പുറത്ത് പോകട്ടെ, അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഇത് പള്ളി, മദീന പള്ളി, പ്രവാചകൻ്റെ പള്ളി ആരാധനക്കുള്ള പള്ളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്കുക എന്ന് അവരോട് പറയുകയും അതനുസരിക്കുകയും അങ്ങനെ ആ ക്രിസ്ത്യാനി നേതാക്കളും പ്രമുഖരുമൊക്കെ ആ പള്ളിയിൽ തന്നെ പ്രാർത്ഥന നടത്തുകയും ചെയ്തിട്ടുള്ള സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മാതിരിയുള്ള കാര്യം അതുപോലെ തന്നെ ഇത്തോപ്യയിൽ നിന്നൊരു ക്രിസ്ത്യൻ സമൂഹം വന്നപ്പോൾ പ്രവാചകൻ ആ പള്ളിയിൽ തന്നെ അവരെ താമസിപ്പിച്ചു. ഇതൊക്കെ ഈ മാതിരിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞ ഈ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സമുദായങ്ങളെ അവഗണിച്ചുകൊണ്ട് വർഗീയമായി അവരെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യമായി ദൈവത്തോട് അതിനെ സംബന്ധിച്ചിടത്തോളം പരാതി പറയുക എന്നുള്ളൊരു പ്രവാചക വചനം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുകയും എന്ന് പറഞ്ഞാൽ പ്രവാചകനിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളോ ജൂതരോ സാബികളോ ആരുമായിക്കോട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തല്ല 2 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല. സാധാരണക്കാരായ പല മുസ്ലിമുകൾക്കും ഇസ്ലാമിനെ തന്നെ സംബന്ധിച്ചുള്ളൊരു യഥാർത്ഥമായിട്ടുള്ള ചിത്രം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയാൻ ഇടയാറ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് മതങ്ങളുടെ പേരിൽ വളരെയധികം സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മതദർശനങ്ങളുടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടോ ന്യൂനതകൾ കൊണ്ടോ അല്ല. മതങ്ങളുടെ പേരിൽ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനോ വേണ്ടിയിട്ട് മതത്തെ ഹൈജാക്ക് ചെയ്തതുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരൊറ്റ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മതിയാക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ അധ്യായമുണ്ട്. വൽഅസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം, നാഗരിക സംസ്കാരങ്ങളുടെ ഉത്ഥാന പതനങ്ങൾക്ക് മൂകസാക്ഷിയായി കാലത്തെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുകയാണ്, മാനവരാശി എല്ലാം തന്നെ നഷ്ടത്തിലാണ്. ആരൊഴികെ സത്യവും അതുപോലെ ക്ഷമയും സ്വയം അനുഷ്ഠിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാത്തവരാരോ അവരൊക്കെ നഷ്ടത്തിലാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ ആകെപ്പാട് പറയുകയാണെങ്കിൽ സത്ത്, ഏകം സത്ത് വിപ്ലവ ബൗദ്ധ വദന്തി എന്നൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മതങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ എനിക്ക് സമയമില്ല, 5 മിനിറ്റ് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒന്നുകൂടി ഈ സന്ദേശം നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എത്ര മനോഹരമാണ് മുഹറം തിരുനാളിൻ്റെ ഓർമ്മ കൊണ്ടുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നൊരു വലിയ കോയിൻസിഡൻസിൻ്റെ ദിവസം കൂടിയാണ്. രാമായണ മാസം ആരംഭിക്കുന്നു, മുഹറം തിരുനാൾ ആചരിക്കുന്നു, ഞങ്ങൾ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പ്രത്യേകിച്ച് CMI സഭ കർമ്മല മാതാവിന് സമർപ്പിതമായ സഭയുമാണ്. അപ്പോൾ ത്രിവിധത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണിന്ന്. സന്ദേശം അറിയിക്കുവാനായിട്ട് എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി വേണു സാറിനെ ക്ഷണിക്കുകയാണ്.
ബഹുമാന്യായ സ്വാമിജി, പ്രിയ ഗുരുനാഥൻ സാനുമാഷ്, വേദിയിലും സദസ്സിലുമുള്ള പുണ്യാത്മാക്കളെ, സാനുമാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സാനുമാഷും കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് വാക്ക് ഞാൻ ഉച്ചരിച്ചാലും അതൊക്കെ അധിക പ്രസംഗമോ അല്ലെങ്കിൽ അവിവേകമായി പോകും. രാമായണത്തെപ്പറ്റിയും രാമായണത്തിൻ്റെ സങ്കല്പത്തെപ്പറ്റിയും അതിൻ്റെ മാനേജ്മെൻറ്റുകളെ പറ്റിയും ഭഗവത്ഗീത എങ്ങനെ മാനേജ്മെൻറ്റായി ചിന്മയാന്തി കൊണ്ടു നടന്നു എന്ന ഒരു സങ്കല്പത്തിലൂടെ ആ ക്ലാസ്സുകൾ കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ രാമായണവും രാമായണത്തിലെ ഓരോ ഫ്രിക്ഷനും മാനേജ്മെൻറ്റുകളും ഓരോ ഗാണ്ഡങ്ങളും, ഗാണ്ഡം എന്ന് പറയുന്നത് രാമായണത്തെ പല ഗാണ്ഡങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഗാണ്ഡത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു കരിമ്പിൻ്റെ ഒരു തണ്ടിൻ്റെയും രണ്ട് തണ്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഓരോ കഷ്ണം കരിമ്പിൻ്റെയും രണ്ടിൻ്റെയും തടുപ്പുള്ളതാണ്. വളരെ കട്ടിയായിട്ടുള്ള തൊലിയുള്ള ആ ഒരു ഗാണ്ഡം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മധുരമായ ആ ജ്യൂസ്, ആ സ്വാദ്, അത് ആസ്വദിക്കുന്ന പോലെ ഭക്തിയുടെ നമ്മുടെ ജീവിത ചര്യയുടെ ഒരു മധുരമായ എല്ലാ ഏറ്റവും ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പഠിക്കേണ്ടതെല്ലാം ഓരോ ഗാണ്ഡത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗാണ്ഡമായി തിരിച്ചാലും രാമായണം ഇന്ന് സുപരിചിതമാണ്. സ്വാമി നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു 10, 25, 30 കൊല്ലം അല്ലെങ്കിൽ ഒരു 50 കൊല്ലത്തിൽ മാത്രം തുടങ്ങിയതാണ് രാമായണം എന്നതിലുപരി മനുഷ്യൻ കഷ്ടപ്പെടുകയും ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ കർക്കിടക മാസം, ഇന്നത്തെ കർക്കിടക മാസവും കാലാവസ്ഥ നിരീക്ഷകർ പറയുന്ന കാലാവസ്ഥയ്ക്കപ്പുറമായി ഉണ്ടായിരുന്ന പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അന്നവും ഭക്ഷണവും സ്വരൂപിച്ച് വയ്ക്കുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കർഷകരായ നമ്മുടെ പൂർവികർ ഭക്തിക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിനുള്ള പ്രാർത്ഥനയുമായിട്ടാണ് രാമായണത്തെ കൈകാര്യം ചെയ്തതെങ്കിൽ ഇന്ന് കർക്കിടകം വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ് രാമായണ പുസ്തകം നമുക്കൊന്ന് കയ്യിലെടുക്കാൻ. ആ പുണ്യഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാൻ അടുത്ത കൊല്ലം കർക്കിടക മാസം വരണം. ഇന്ന് സംക്രാന്തി ശരിക്കും ഇന്നലെയായി ഇന്ന് 1-ാം തീയതി ആവേണ്ടതിന് പകരം ഇന്ന് സംക്രാന്തി ഇന്ന് ഉച്ചയ്ക്ക് 11:05 സംക്രാന്തി ആയിട്ടുള്ളത്. ഇന്നാണ് സംക്രാന്തി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ എന്ന നിലയിൽ ഇന്ന് 1-ാം തീയതിയുമാണ് സംക്രാന്തിയുമാണ്. ആ നിലയിലാണ് രാമായണത്തെ കാണുന്നത്. അപ്പം ഞാൻ സ്വാമിജി വളരെ വ്യക്തമായിട്ട് ഓരോ കഥാപാത്രത്തെയും വളരെ ഭംഗിയായി പറഞ്ഞപ്പോൾ എനിക്കൊരു 1-2 കഥാപാത്രത്തെ 2 മിനിറ്റ് കൊണ്ടൊന്ന് പറയണമെന്ന് തോന്നി. ലക്ഷ്മണൻ്റെ വരെ ഭംഗിയായി പറഞ്ഞിരിക്കുകയും ലക്ഷ്മണൻ്റെ ഒരു ജ്യേഷ്ഠനോടുള്ള അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനെ സ്വന്തം ഗുരുവിനെ പോലെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ പോലെ അതിലുപരിയായി അല്ലെങ്കിൽ സ്വന്തം ചേർത്തിയമ്മയെ അല്ലെങ്കിൽ ചേട്ടത്തിയമ്മയെ ഏറ്റവും വലിയൊരു മാതാവിൻ്റെ സ്ഥാനത്ത് കാണുന്ന ജ്യേഷ്ഠൻ നിർത്തിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഊർമിളയാണ്. ഊർമിള എന്ന കഥാപാത്രം ഇന്ന് നമ്മുടെ വീടുകളിലും ഇന്നും നമ്മുടെ സമൂഹത്തിലും ജീവിച്ചിരിക്കുന്നവരാണ്. അവഗണനയുടെ ഏറ്റവും വലിയൊരു മൂർത്തിഭാവമായിരുന്നു ഊർമിള. വലിയ രാജകുമാരിയായി ജനിച്ച് സ്വന്തം ചേട്ടൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവ് പോലും ഉപേക്ഷിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഭർത്താവ് പോലും ചേട്ടനെ പരിപാലിക്കുവാനും പരിചരിക്കുവാനും വേണ്ടി പോയപ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി വേദനയോടെ കഴിയുന്നൊരു സ്ത്രീ കഥാപാത്രം. വളരെ സങ്കടത്തോടു കൂടിയും വളരെ ദുഃഖത്തോടു കൂടിയും മാത്രമാണ് ആ കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആ കഥാപാത്രത്തെ ആരും വിശകലനം ചെയ്യുകയോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയോ ഒക്കെ വളരെ അപൂർവം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം എന്ന് പറയുമ്പോൾ ആ വേദനിക്കുന്ന, അവഗണിക്കപ്പെടുന്ന, തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും ഒതുങ്ങി ഇവിടെ വന്ന് മറ്റുള്ള അമ്മമാരുടെ ഒപ്പം ജീവിക്കേണ്ടി വന്ന, സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം പോലും പോകാൻ കഴിയാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന ആ കഥാപാത്രത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്മരിക്കുകയാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലും അത്തരം ആൾക്കാരുണ്ട്. അവരുടെ പരിചേതനവും അവരുടെ പരിഭവങ്ങളും കേൾക്കുവാനില്ലാത്ത ഇഷ്ടംമാതിരി സംവിധാനം ഉണ്ടെങ്കിലും അതിനെല്ലാം ഉപരിയായി അവർ നിലനിൽക്കുന്നു എന്നത്. മറ്റൊന്ന് ഭക്തിയുടെ കഥാപാത്രമായ ഹനുമാനാണ്.
നമുക്ക് ഹനുമാനെ വിട്ടുകളഞ്ഞുകൊണ്ട് രാമായണത്തെ പറ്റി അറിയാൻ കഴിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്വാമിജിയെ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, യൂട്യൂബിലുണ്ടായിരുന്നൊരു സന്യാസി, കഷായ വസ്ത്രധാരിയ സന്യാസി, വിവരക്കേട് പറഞ്ഞാൽ സന്യാസിയാണെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് പറയണമല്ലോ. ഒരു സന്യാസി സൂചിപ്പിക്കുകയുണ്ടായി, രാമനെ ആരാധിക്കരുത്, രാമനെ ആരാധിക്കാൻ കൊള്ളാത്ത കഥാപാത്രമാണ്. പക്ഷേ ഈ വേഷമിട്ടിട്ട് പറയണമുണ്ടോ, അല്ലാത്ത ആൾക്കാർക്ക് എന്തും വേണമെങ്കിൽ പറയാം. ഇപ്പം നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ച കാര്യം, രാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പ്രവാചകനായിരുന്നേ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നു. രാമചരിതമാണ്, രാമൻ്റെ കഥയാണ്, രാമൻ്റെ ആയനം. രാമൻ ജീവിച്ചിരുന്നു, അതിൽ നമുക്ക് സംശയമില്ല. രാമൻ ജീവിച്ചിരുന്നു എന്നതിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈ ചില വാചകങ്ങളിലാണ് നമ്മളൊക്കെ തെറ്റിപ്പോവുക. ജീവിച്ചിരുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ രാമൻ ജീവിച്ചിരിക്കുകയും ആ രാമൻ സ്വന്തം അനുജന്മാരെയെല്ലാം മരിക്കാൻ വേണ്ടി ഒരു ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും സ്വന്തം ഭാര്യ ഉപേക്ഷിക്കുകയും കാട്ടിൽ പോയി അങ്ങനെ പറഞ്ഞ എല്ലാ ആക്കനെയും വളരെ പുച്ഛമായി പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ രാമനെ നിങ്ങൾ ഭക്തിപൂർവ്വം ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ടും, എന്നാൽ സ്വാമിയുടെ ലൈൻ ഒരു വേറെ ലൈനിലായതുകൊണ്ടും, സ്വാമി അതിലെ മാനേജ്മെൻറ്റുകളും എങ്ങനെ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സങ്കല്പങ്ങളെ അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും വ്യക്തിപരമായ മുന്നോട്ടുള്ള ജീവിത രീതിയിൽ എങ്ങനെയാണ് രാമായണം ഭഗവത്ഗീതയും പോലുള്ള നമ്മുടെ ഇതിഹാസ വേദാന്ത പുസ്തകങ്ങൾ, പുണ്യപുരാണ പുസ്തകങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുമൊക്കെ ആണ് ഭംഗിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമിയുടെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അച്ഛന് ധാരാളം കുട്ടികളുള്ളതുകൊണ്ട് അച്ഛൻ അത്തരം ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം, നോക്കണം. ഞങ്ങൾക്കൊരു അവസരം സ്വാമിജിയിലൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹനുമാൻ എന്ന കഥാപാത്രത്തെ നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? ഹനുമാൻ ജനിച്ചപ്പോൾ തന്നെ ഹനുമാൻ്റെ പേര് സുന്ദരൻ എന്നായിരുന്നു. എന്നാൽ നമുക്ക് ആരെങ്കിലും ഹനുമാനെ സുന്ദരൻ എന്ന് വിളിക്കാൻ കഴിയുമോ? ഹനുമാൻ ഇട്ട പേര് സുന്ദരൻ എന്നാണ്. ആഞ്ജനേയയുടെ മകനായി ജനിച്ച സുന്ദരനായ ഹനുമാൻ ഭക്തിയുടെ അതിലും വലിയ സുന്ദരനാണ്. ഏറ്റവും നല്ല സുന്ദരമായി പാട്ട് പാടാൻ കഴിയുള്ള ആളാണ്, ഭക്തിഗാനങ്ങൾ. അപ്പോൾ അത്തരം കഥാപാത്രങ്ങളും കൂടിയൊക്കെ പരാമർശിച്ചുകൊണ്ടേ പോകാൻ കഴിയുള്ളൂ. ഞാൻ അതിന് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളല്ല. എങ്കിലും എൻ്റെ മനസ്സിലെ, എൻ്റെ രാമായണത്തിലെ, എൻ്റെ ഭഗവത്ഗീതയിലെ, എൻ്റെ ഇതിഹാസ പുരാണങ്ങളിലെ, എൻ്റെ സനാതന ധർമ്മങ്ങളിലെ, ഹൈന്ദവ സംസ്കാര ജീവിതത്തിലെ ഹിന്ദു എന്ന സംസ്കാര രീതിയാണെന്നും മതമല്ല എന്നൊക്കെ സംബന്ധിച്ചുകൊണ്ട് തന്നെ പറയുന്നു. എൻ്റെ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളായാലും സീരിയലായാലും രാഷ്ട്രീയക്കാരായാലും എല്ലാത്തിലും മണ്ഡോദരിമാരും എല്ലാത്തിലും ശൂർപ്പണമാരും എല്ലാ കഥാപാത്രത്തിലും അതേമാതിരി രാവണന്മാരും ഒക്കെ ഉണ്ട്. 10 തലയുണ്ട് എന്ന് പറഞ്ഞാൽ 10 സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾ ധരിച്ചാൽ മതി. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കൂടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് കണ്ടുകൊണ്ട് ഇതെല്ലാം എങ്ങനെ തിരിച്ചറിവ്, നമ്മുടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിവുണ്ട്. ആ അറിവിൽ ഉപരി നമുക്ക് വേണ്ട തിരിച്ചറിവ്, എങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ കഴിയണം, അതാണ് നമ്മളെ ഈ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ. എല്ലാവരെയും ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാമായണ മാസാചരണവും മതസൗഹൃദ സമ്മേളനവും ഇവിടെ പൂർത്തിയാവുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുകയാണ്. നമ്മൾ ഒരുപാട് പേരെ അറിയിച്ചിരുന്നെങ്കിലും മഴയും കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും കൊണ്ട് കുറച്ചധികം ആളുകൾക്ക് എത്താൻ സാധിക്കാതെ പോയി. കഴിഞ്ഞ വർഷം നമ്മൾ രാമനാമ ജപത്തോടു കൂടിയിട്ടുള്ള ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതത്തോടു കൂടിയായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന സത്സംഗത്തിന് ശേഷമുള്ളൊരു സംഗീത സബരിയ കൂടി അവിടെ ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് നമ്മളതിനെ ആചരിച്ചിരുന്നു. ഈ വർഷം നമുക്ക് കാലാവസ്ഥ വളരെ പ്രതികൂലമായതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. എങ്കിലും എത്ര മനോഹരമായിട്ടാണ് ഈ 1.5 മണിക്കൂർ കഴിഞ്ഞു പോയത്. പരസ്പരം സംവദിക്കുവാനും സ്നേഹത്തോടെ സംസാരിക്കുവാനും നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ കുടക്കീഴിലിരുന്നു കൊണ്ട് സ്നേഹത്തോടെ സംവദിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യമാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സാനുമാഷിന് കൃത്യമായിട്ട് തിരുത്താം. കുട്ടിക്കൃഷ്ണമാരാരുടെ ലേഖനത്തിൽ, രാമനെക്കുറിച്ചുള്ള ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നേശ്യ ബലസ്യ ചരേത ധർമ്മം. സംസ്കൃതത്തിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും. ബലത്തിനാളാണെങ്കിലും അധർമ്മം ചെയ്യാൻ പാടില്ല. സ്വാമിജി പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ബലത്തിന് ഒരുപക്ഷെ ശ്രീരാമചന്ദ്ര
ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് നമുക്കെല്ലാ വിധത്തിലുമുള്ള സ്വത്ത് കൊണ്ടും ധനം കൊണ്ടും അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും പ്രൗഢി കൊണ്ടും നമുക്ക് ബലമുണ്ടെങ്കിലും ആ ബലത്തിന് ആളാണെങ്കിലും അധർമ്മം ചെയ്യാൻ പാടില്ല. കാനനവാസത്തിന് പോകുന്ന 14 വർഷത്തെ അങ്ങനെയാണ് രാമൻ വരിച്ചതെന്ന് വലിയ നിരൂപകനായിരുന്ന കുട്ടിക്കൃഷ്ണമാരാർ എഴുതി വച്ചിട്ടുണ്ട്. സ്മരണകളെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഈ സ്നേഹസ്മരണയിലിരുന്നു കൊണ്ട് ഇന്ന് മനോഹരമായ സന്ദേശം നമുക്ക് നൽകിയ സ്വാമിജിയെ ഒരിക്കൽ കൂടി ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അതിനെ പൂരിപ്പിച്ചുകൊണ്ട് വായിച്ച പാരായണം ചെയ്ത രാമായണ ഭാഗത്തെ അധികരിച്ച് എത്ര സ്നേഹത്തോടെയാണ് സാനുമാഷ് സംസാരിച്ച് സാനുമാഷിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാനുമാഷിനെക്കുറിച്ച് പറയുമ്പോൾ ഈ എൻ്റെ 2ാം വീടെന്നാണ് ചാവറയെക്കുറിച്ച് പറയുന്നത്. ഒരു നന്ദിയുടെ പരാമർശം ആവശ്യമില്ല, എങ്കിലും ഒരുപാട് സ്നേഹത്തോടെ സാനുമാഷിനെ ഓർക്കുകയാണ്. വേദിയിൽ നമ്മുടെ ജസ്റ്റിസ് ശംസുദ്ദീൻ സാറുണ്ട്. സാറിനെയും ഒരുപാട് സ്നേഹത്തോടെ ഖുറാനിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഖുറാനിലെ സൂറകൾ ചേർത്ത് വെച്ചുകൊണ്ട് മതാന്തരമായി എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ കൊയിൻ ചെയ്ത വാക്ക് യാഥാർത്ഥ്യമാണെന്ന് ചെയ്യുകയാണ്. സമവായം, സഹവർത്തിത്വം, ആ ഒരു സീരീസിലാണ് ഈ ഒരു ആചരണം പോലും പ്രസക്തമാകുന്നത്. നമുക്ക് ഇരുന്ന് സംസാരിക്കുവാനായിട്ടൊരു സമവായം, സഹവർത്തിത്വത്തോടെ ഇരുന്ന് സമവായപ്പെടുവാനായിട്ടുള്ള ഒരു വേദിയായി മാറുകയാണ് ഈ രാമായണ മാസാചരണം തന്നെ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ജസ്റ്റിസ് ശംസുദ്ദീൻ സാറിനും നന്ദി അറിയിക്കുകയാണ്. വേണുചേട്ടൻ വളരെ രസകരമായി ചില കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റു ദൈവവിചാരങ്ങളെയും ആത്മീയ ചിന്തകളെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്ന ആ നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണുചേട്ടൻ രാമേന്ദ്രൻ സാർ സംസാരിക്കുകയായിരുന്നു. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയാണ്. എത്തിച്ചേർന്ന ബണ്ടി സിംഗിനെയും ഒപ്പം ശങ്കരനാരായണൻ സാറിനെയും ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ എങ്ങനെയാണോ ഈ മാസകാലഘട്ടങ്ങളിൽ വീടുകളുടെ കോലായിൽ നിലവിളക്ക് കത്തിച്ച് രാമായണം പാരായണം ചെയ്യുന്നതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നത്, അതേ ഓർമ്മയുടെ ആഴത്തിലേക്ക് ചേർന്നുകൊണ്ടാണ് ശങ്കരനാരായണൻ സാറ് രാമായണത്തെ അധികരിച്ച് രാമായണ പാരായണം, ആധ്യാത്മിക രാമായണം, അതിലെനിക്കൊരു കുഞ്ഞ് അഹങ്കാരം കൂടിയുണ്ട്. ആ ആധ്യാത്മിക രാമായണം എൻ്റെ സ്വന്തം രാമായണമാണ്, എൻ്റെ കളക്ഷനിൽ നിന്നൊരു ചാവറയിലേക്ക് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഞാനത് നേരത്തെ വായിച്ചിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ശങ്കരനാരായണൻ സാറിനെയും നന്ദി പറയുകയാണ്. സദസ്സിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. നമ്മുടെ മുൻ കൗൺസിലർ KVB കൃഷ്ണകുമാർ സാറ്, അറിയുന്ന നമ്മുടെ ജജ കുറ്റിക്കാടുണ്ട്, നമ്മുടെ ഈപ്പൻ വെട്ടത്ത് സാറുണ്ട്, നമ്മുടെ കൃഷ്ണൻ സാറ്. ഈ മഴ ഞാൻ സാനുമാഷിനെ കൊണ്ടുവരാൻ പോകുമ്പോൾ കൃഷ്ണൻ സാറ് കുടയൊക്കെ ചൂടി നടന്നു വരികയാണ്. 90 വയസ്സ് കഴിഞ്ഞിട്ടും ഉഷാറായിട്ട് നടന്ന് ഈ ഒരു ചടങ്ങിലേക്ക്, ചാവറയിലേക്ക് എപ്പോഴും ഓടി വരുന്ന കൃഷ്ണൻ സാറിനെയും റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും മറ്റ് എല്ലാ ഇടങ്ങളിൽ നിന്നും വന്ന ചാവറയുടെ ഈ പ്രവർത്തനങ്ങളിലേക്ക് ചേർന്ന് നിന്ന എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ഒരു വേദിയിലിരുന്നും സ്നേഹിച്ചും സഹകരിച്ചും സംവദിച്ചും നമുക്ക് സ്നേഹപൂർണ്ണമായൊരു ജീവിതചര്യയെ പുതിയ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഭയപ്പെടേണ്ട, ഇവിടം കൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നമ്മുടെ പാരമ്പര്യവും ചരിത്രവും ഐതിഹ്യവും സ്നേഹവും സമ്പാദ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് പകർന്നു നൽകാൻ സാധിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒരുമിച്ചിരിക്കുവാനായിട്ടുള്ള ആത്മധൈര്യമുണ്ടെങ്കിൽ. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് രാമായണ മാസത്തിൻ്റെയും മുഹറം തിരുനാളിൻ്റെയും കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെയും ആശംസകൾ നേർന്ന് പ്രാർത്ഥനകൾ നേർന്നു നിർത്തുന്നു. ഈ സമ്മേളനം അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.